ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഗുഡ് ഈവനിങ് എവ്രി വൺ. നമസ്കാരം. ഞാൻ ഡോക്ടർ ഹാമിദ് മൊഹീദ്ദീൻ. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. നമ്മൾ പലതും കേൾക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഫുഡാണ് വേണ്ടത്, ആ തരത്തിലുള്ള ഫുഡാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്? നമുക്ക് ഒരു തരത്തിലുള്ള രോഗവും ഇല്ലാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു തരത്തിലുള്ള ഫുഡ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ അതിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് എന്നിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ എന്റെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, മനുഷ്യനും കുരങ്ങനും തമ്മിൽ സാമ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരേ ഒരു കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ പറഞ്ഞത് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. കറക്റ്റാണ്. തെറ്റാണ്? കറക്റ്റാണ്. കറക്റ്റാണ്. ഓക്കെ. സമയമുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. അത് എന്തുകൊണ്ടാണ്? ശരിയാണ്. ശരിയാണ്. തെറ്റാണെന്ന് തോന്നുന്നു ഡോക്ടർ. തെറ്റാണ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ശരിയായ ഒരു വഴി അതെല്ലാം തോന്നുന്നു. തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. നമുക്കും മനുഷ്യനും ചോദ്യം ഒന്നും കൂടെ ചോദിക്കോ? എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ബന്ധവുമില്ല എന്നാണോ? തെറ്റാണ് ഡോക്ടർ. തെറ്റാണ് അല്ലെ? ഈ തെറ്റാണ് എന്ന് പറഞ്ഞവരുടെ ഒക്കെ ഒരു റിലിജിയൻ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മതം ഏതാണ് എന്നുള്ളത്? ഞാൻ മുസ്ലിമാണ്. മുസ്ലിമാണ്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ മുസ്ലിമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ മുസ്ലിംസ്, ഞാൻ മുസ്ലിമാണ്. നമ്മൾ മുസ്ലിംസ് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ കുരങ്ങനിൽ നിന്നും വന്നതല്ല എന്നുള്ളത്. നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെയധികം ശരിയാണ്. നമ്മൾക്ക് എന്റെ വിശ്വാസപ്രകാരം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കുരങ്ങന്മാരിൽ നിന്നും വന്നതല്ല എന്നുള്ളത്. പക്ഷേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണാനാണെങ്കിൽ പോലും കുരങ്ങന്മാരോട് ഒട്ടേറെ അല്ലെ? കുരങ്ങന്മാരെന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പുകളുണ്ട്, മങ്കീസും അല്ലെങ്കിൽ ഏപ്സും എന്ന് പറയുന്നത്. ഏപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിമ്പാൻസി തുടങ്ങിയ വാലില്ലാത്ത നമ്മളെ മനുഷ്യനെ പോലെയുള്ള കുരങ്ങന്മാരും ഉണ്ട്. അതല്ലാതെ വാലുള്ള ടൈപ്പുകളും ഉണ്ട്. അപ്പോ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിലൊരു കാര്യം നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയും കുരങ്ങന്മാരുടെയും ചിമ്പാൻസിയുടെയും DNA എടുത്തു നോക്കിയാൽ, DNA എന്ന് പറയുന്നതിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു കൃത്യമായുള്ള ഒരു സയൻസ് ആണ്. എൻ്റെ മകൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ് എന്ന് തെളിയിക്കാൻ പോലും അത്ര ഒരു ആധാരമുള്ള ഒരു കാര്യമാണ് DNA എന്ന് പറയുന്നത്. എൻ്റെ ബീജത്തിൽ നിന്നും ഉണ്ടായതാണോ, അല്ലെങ്കിൽ എൻ്റെ സെൽസിൽ നിന്നും ഉണ്ടായതാണോ, എൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാണോ എന്നുള്ളത് പോലും ഇത്രയും കോടാനുകോടി മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെങ്കിൽ കൂടെ അത്രക്കും മൈന്യൂട്ടായി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജീൻസ് എന്ന് പറയുന്നത്. ആ ഒരു ജനതിക ഘടന എന്ന് പറയുന്നത്, ജനറ്റിക് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ കോശങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ്, ഒരു പ്രോട്ടീൻ സീക്വൻസ് ആണ്. ഓരോരുത്തർക്കും അത്രയും യുണീക്ക് ആണത്. മറ്റുള്ള ഏതൊരു മൃഗത്തെ എടുത്തു നോക്കിയാലും അതല്ലാതെ മനുഷ്യനും കുരങ്ങും തമ്മിൽ 99.9% സാമ്യം ഉള്ള ഒരു ജനറ്റിക് കോഡാണ് കുരങ്ങന്മാർക്കുള്ളത്. അത് നമ്മൾ എന്ത് വിശ്വസിച്ചാലും ശരി, ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്.
ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോ കൈകാലുകൾ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ വിരലെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ അവരുടെ ഒരു ബുദ്ധിശക്തി എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ ഒരു നല്ല സാമ്യമുള്ള ഒരു കാര്യമാണ്, ഒരു ജീവിയാണ് കുരങ്ങൻ എന്നുള്ളത്. അത് ഇപ്പൊ നമ്മള് മുസ്ലിംസ് പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത് പടച്ചോൻ അങ്ങനെ സൃഷ്ടിച്ചതാവാം, എന്നാലും നമ്മൾ രണ്ടുപേരും സാമ്യമുണ്ട്. അപ്പോ കുരങ്ങന്മാരെയൊന്നും നമ്മ കാണുന്നില്ലല്ലോ സാർ. എങ്ങനെയാണ്? പൊണ്ണത്തടിയിലെ കുരങ്ങന്മാരെയൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. അവിടെയാണ്. നല്ല കാര്യം, നല്ല ക്വസ്റ്റ്യൻ. അതിലോട്ടാണ് ഞാൻ വരുന്നത്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. അപ്പോ കുരങ്ങന്മാർ കഴിക്കുന്നത് മുഴുവൻ എന്താണ്? നല്ല ഇലകളും അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അതേപോലെ എപ്പോഴും നല്ല ശാരീരികമായി ആക്റ്റീവ് ആണ്, എപ്പോഴും മരത്തിലൂടെ തൂങ്ങിക്കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓടിച്ചാടിക്കൊണ്ട് നല്ല ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡിയാണ്, നല്ല മസ്കുലർ ബോഡിയാണ്. നമ്മളിപ്പോ ഗൊറില അല്ലെങ്കിൽ ചിമ്പാൻസി ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും മുടിയുള്ളത് കാരണമാണ്. അല്ലെങ്കിൽ അതൊക്കെ ആ മുടിയൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിങ്സ് ഉള്ള, നല്ല മസിൽ ഡെഫിനിഷൻസ് ഉള്ള ഒരു ജീവികളാണ് കുരങ്ങന്മാർ അല്ലെങ്കിൽ ഏപ്സ് എന്ന് പറയുന്നത്. ചിമ്പാൻസി, ഗൊറില ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ വളരെ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കാര്യമാണ് കുരങ്ങന്മാർ. കാരണം അത്രയും ഇലകളും പച്ചക്കറികളും, നമ്മൾ സാധാരണ പറയാറെന്താണ്, ഇലവർഗ്ഗങ്ങളാണ് നല്ലത്, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ജീവികൾ നമ്മുടെ അത്രയും നമ്മളെക്കാളും അത്രയും നല്ല ഹെൽത്തി ആയി കഴിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ അതേ ഒരു ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ആണ് ചിമ്പാൻസി ആണെങ്കിലും ഗൊരില ആണെങ്കിലും. പക്ഷെ ഇതിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ട് കഴിച്ചിട്ടും ഇത്രയും ആക്റ്റീവായി നിന്നിട്ടും അവര് മനുഷ്യരെക്കാൾ കൂടുതൽ ജീവിക്കുന്നുണ്ടോ? മനുഷ്യരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണ്? ഒരു സാധാരണ മനുഷ്യന്റെ ആയുസ് എത്രയാണ്? 72 years. ഒരു 80 വർഷത്തോളം, അല്ലെ? അപ്പോ ഇത്രയും ജങ്ക് ഫുഡ് കഴിച്ച്, ഇത്രയും കൊഴുപ്പ് കഴിച്ച്, ഇറച്ചിയും മീനും മുട്ടയും പഫ്സും ഒക്കെ കഴിച്ച് ഇത്രയും പൊണ്ണത്തടിയും വെച്ചിട്ടും മനുഷ്യൻ 60-70 വയസ്സ് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ചിമ്പാൻസിയുടെ ഒരു വയസ്സ് എത്രയായിരിക്കണം? ഇത്രയും നന്നായി കഴിക്കുന്നുണ്ട്, ഇത്രയും നല്ല ഫുഡുകൾ കഴിക്കുന്നുണ്ട്, നല്ലോണം എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുരങ്ങന്മാരുടെ വയസ്സ് എത്രയായിരിക്കണം? ഒരു ആയുഷ്കാലം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാൻ പറ്റുമോ? ഒരു ചെറിയൊരു ഗസ് മതി. പറഞ്ഞോളൂ, തെറ്റാണെങ്കിലും കുഴപ്പമില്ല. 100 years. 100 20-30. 20-30 100. ഒരു 100 100 അല്ലേ? അപ്പോ അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, ഇത്രയും നല്ല ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ടത് ശരിയാണ്, 100, 150 വർഷം, 200 വർഷം, 300 വർഷമൊക്കെ ജീവിക്കണം എന്നല്ല നമ്മൾ പറയേണ്ടത്. കാരണം അത്രയും ഹെൽത്തിയാണ്, അല്ലെ? പക്ഷേ കുരങ്ങന്മാർ വെറും എത്ര വർഷം ജീവിക്കുന്നുള്ളൂ? അവരുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വെറും 25 അല്ലെങ്കിൽ 30 വർഷം. 30 വർഷം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ കാണുമ്പോൾ ക്ലീൻ ആണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പലതിനെയും ഹെൽത്തി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ കൂടെ അത് എന്തിൽ നിന്നാണ് നമുക്ക് ആ ഫീലിംഗ് വന്നത്, ഈ ഒരു കാര്യം വളരെ ഹെൽത്തി ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ലോകത്ത് ഉള്ള എല്ലാ ജീവികളും എല്ലാറ്റിനെയും നന്നായി ആലോചിച്ചോളും. ആനയുണ്ട്, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, തിമിംഗലം ഉണ്ട്, അതേപോലെ ഈ പറഞ്ഞ പോലെ ഒറാങ്കുട്ടാൻ ഉണ്ട്, ചിമ്പാൻസി ഉണ്ട്, പന്നിയുണ്ട്. ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തടിയുള്ള ഫാറ്റ് പെർസെന്റേജ് ഉള്ള മൃഗം ഏതാണ് അല്ലെങ്കിൽ ജന്തു ജീവി? ആന. ആന. തിമിംഗലം. തിമിംഗലം. മനുഷ്യൻ. എങ്ങനെയാണ്? തിമിംഗലത്തിനെ കണ്ടിട്ടില്ല. അപ്പോ ഇവരൊക്കെ എത്ര ശതമാനം ഇവരുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാവും, തടി ഉണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഒരു ഗസ് എന്തായിരിക്കും? ആന വെജിറ്റബിൾ അല്ലേ കഴിക്കും? എങ്ങനെയാണ്? ആന വെജിറ്റേറിയൻ അല്ലേ? ആന വെജിറ്റേറിയൻ ആണ്. പക്ഷെ നല്ല തടിയുണ്ട് അല്ലേ? എന്താണ് ആന ഇങ്ങനെ തടിക്കുന്ന? അപ്പൊ അതാണ് ചോദ്യം. തടിയാണോ? ഇത് മാംസപേശികളാണോ അതോ നെയ്യാണോ, ഫാറ്റാണോ പറയുന്നത്? ഫാറ്റാണ് ഞാൻ പറയുന്നത്. വെറും ഫാറ്റാണ്, വെറും കൊഴുപ്പാണ്. ഫാറ്റ് ആണെങ്കിൽ രണ്ട് ഇതുണ്ട്. ഒന്ന് പന്നി, രണ്ടാമത് ഹിപ്പോപ്പൊട്ടാമസ് ആയിരിക്കും പറയാ. നല്ല ഗസ്, നല്ലൊരു ഗസ്സാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം നമുക്ക് നോക്കാം. അപ്പൊ ശരിക്കും ഈ ലോകത്ത് ഏറ്റവും തടിയുള്ള അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ശതമാനം കൂടിയിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരിൽ തന്നെ സ്ത്രീകളാണ്. സ്ത്രീകളിലാണ് 30% കൊഴുപ്പുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പന്നി എടുത്ത് നോക്കിയാൽ കൂടെ വെറും 20% അതിന് കൊഴുപ്പുള്ളൂ. ഇനി ഈ പറഞ്ഞ ഹിപ്പോപ്പൊട്ടാമസും ആനയും എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടെ അത് കൊഴുപ്പോ തടിയോ അല്ല, അത് മസിലാണ്. നല്ല പ്രോട്ടീൻ വെച്ചുള്ള മസിലാണ് ആ കാണുന്നത്. ആ കൊഴുത്തിരിക്കുന്നതൊക്കെ മസിലാണ്. അതിന്റെ ഫാറ്റ് പെർസെന്റേജ് വെറും 5% ഉള്ളൂ. വെറും 5% ഉള്ളൂ. അപ്പോ ഈ ലോകത്ത് മനുഷ്യനാക്കിയ, നമുക്ക് പലതരം അഡ്വാൻറ്റേജസ് തന്ന, നമുക്ക് ആരോഗ്യം തന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇത്രയും അധികം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തന്നിട്ടുള്ളത്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് തെറ്റാണെന്ന് വിചാരിക്കും. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. ഈ കൊഴുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ മനുഷ്യൻ എത്രയും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകും. കൊഴുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ മരണപ്പെട്ടു പോകും. ഇപ്പൊ നോക്കിയേ, ഹ്യൂമൻ ഫീമെയിൽ എന്ന് പറയുന്നത് 30% കൊഴുപ്പുണ്ട്. ആ 30% കൊഴുപ്പുള്ളത് കൊണ്ട് തന്നെ ഹ്യൂമൻ മെയിലിനേക്കാൾ, ഒരു പുരുഷനേക്കാൾ 7 വർഷം ആവറേജ്, ഒരു 7 വർഷം 10 വർഷം കൂടുതൽ കാലം ജീവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും നമ്മുടെ ആയുഷ്കാലത്തിനെയും അതേപോലെ നമ്മുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിലൊക്കെയാണ് ഈ കൊഴുപ്പ് ഇടപെടുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്തു തരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നോക്കിയ നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു യുണീക്നെസ് എന്താണ്? നമ്മുടെ ഈ ലോകത്ത് ഇത്രയും വലിയ ആന ഉണ്ടായിട്ടും, ഇത്രയും ശക്തിയുള്ള അല്ലെങ്കിൽ കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലും ഒക്കെ ഉള്ള സിംഹമുണ്ടെങ്കിലും ഇതിനൊക്കെ അടക്കി വാഴുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് മനുഷ്യനാണ്, അല്ലെ? ഇത്രയും വലിയ ആന ഉണ്ടായിട്ടും ആ ആനനെ നമ്മളൊരു വടി വെച്ചാണ് നമ്മൾ പറഞ്ഞുകൊടുത്ത് കൊണ്ടുവരുന്നത്. വരച്ച വരയിൽ നിർത്തുന്നത് നമ്മൾ എന്ത് വെച്ചാണ്? നമ്മുടെ ഈ തലച്ചോറ് വെച്ചാണ്. നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്, ഒരു ശക്തി എന്ന് പറയുന്നത് ഈ തലച്ചോറാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പാതി, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പകുതി കഴിക്കുന്നത് ആരാണ്? ഈ തലച്ചോറാണ്.
ഈ തലച്ചോറ് നമ്മുടെ മൊത്തം ശരീരത്തിന്റെ വെറും 2% വെയിറ്റ് ഉള്ളൂ. അത്രയും ചെറിയൊരു കാര്യമാണ്, അത്രയും ചെറിയൊരു കാര്യം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ 50% എനർജി യൂസ് ചെയ്യുന്നത് ബ്രെയിനാണ്. നമുക്ക് ഹാർട്ട് നിന്ന് പോയാൽ പോലും വലിയ കുഴപ്പമില്ല. നമുക്ക് വേറൊരു ഹാർട്ട് വെക്കുന്നത് വരെ അല്ലെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നിടത്തോളം നമ്മൾ ജീവിക്കും. പക്ഷെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമുക്ക് ബ്രെയിനിലോട്ട് നമുക്ക് എനർജി എത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ രക്തയോട്ടം എത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു. പിന്നെ ആ ബ്രെയിൻ എന്ന് പറയുന്നതില്ല, മനുഷ്യൻ എന്ന് പറയുന്നതില്ല, ആ വ്യക്തി എന്ന് പറയുന്നതില്ല. ഈ തലച്ചോറാകട്ടെ 70-80% എന്ത് വെച്ചാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? തലച്ചോറ് എന്താണ്? പ്രോട്ടീനാണോ, മസിലാണോ, അല്ലെങ്കിൽ വേറെ എന്താണ്? ഈ തലച്ചോറ് എന്ന് പറയുന്നത് എന്താണ്? ഫാറ്റാണ്, കൊഴുപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഈ ബ്രെയിനാണ് എന്ന് മാത്രമല്ല, നമുക്ക് ഇത്രയും അധികം ഇമ്മ്യൂണിറ്റി, മനുഷ്യൻ എന്ന് പറയുന്നത് പലതിനെയും അതിജീവിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? നമുക്ക് ഇത്രയും ഇമ്മ്യൂൺ പവർ വെച്ചാണ്. ആ ഇമ്മ്യൂൺ പവർ അല്ലെങ്കിൽ ആ രോഗപ്രതിരോധ ശേഷിയെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നതും ഈ കൊഴുപ്പാണ്. നമുക്ക് ഇത്രയും അധികം കാലയളവ് കിട്ടുന്നത്, നമുക്ക് ആയുഷ്കാലം കിട്ടുന്നതും ഈ കൊഴുപ്പ് കാരണം തന്നെയാണ്. അങ്ങനെ പല പല കാര്യങ്ങളാണ് നമുക്ക് കൊഴുപ്പ് തരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾക്ക്, ഓക്കെ, അതിൽ വരുന്നതിന്റെ മുന്നേ, അമ്മയുടെ മുലപ്പാലിൽ ഉള്ള ഏറ്റവും കൂടുതലുള്ള ന്യൂട്രീഷൻ എന്താണ്? ഇത്രയും നേരം നമ്മളത് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊഴുപ്പാണ്. ശരിക്കും ഈ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും മുലപ്പാലിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫാറ്റ് എന്ന് പറയുന്നത് 55%. 55% കൊഴുപ്പാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴും ചോദിക്കും, കൊഴുപ്പാണോ നല്ലത് പ്രോട്ടീൻ ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ എപ്പോഴും എല്ലാവരും കൈ ചൂണ്ടുന്നത് പ്രോട്ടീൻ എന്നാണ്. പ്രോട്ടീൻ അല്ല, നമുക്ക് പ്രോട്ടീനിനേക്കാൾ കൂടുതൽ വേണ്ടത് ഫാറ്റാണ്. കുട്ടികൾക്ക് വീനിങ് എന്ന് പറയുന്ന ആ ഒരു 6 മാസമായി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കാറില്ല. ആ ഒരു സമയത്ത് എല്ലിന്റെ മജ കൊടുക്കാം, അല്ലെങ്കിൽ എല്ല് സൂപ്പ് വെച്ചത് നമുക്ക് സൂപ്പ് വെച്ചത് നമുക്ക് കുടിക്കാൻ കൊടുക്കാം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എന്ന് ഞാൻ മാത്രമല്ല, ഞാൻ ഈ പറയുന്നത് എന്തിന്റെ ആധാരം വെച്ചിട്ടാണ്? ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടുള്ള സയന്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ പഠനങ്ങൾ ആധാരം വെച്ചാണ് ഞാൻ ആ പറയുന്നത്. പക്ഷെ ആ പറയുന്ന സമയത്ത് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, കുട്ടികൾക്ക് അത് ദഹിക്കുവോ എന്നുള്ളത്, ദഹനം നടക്കുവോ എന്നുള്ളതാണ് ചോദ്യം. മുലപ്പാലിൽ തന്നെ 55% കിടക്കുന്ന കൊഴുപ്പ് ദഹിക്കാൻ സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും സാധ്യമല്ല? എല്ലാം കൊഴുപ്പ് തന്നെയാണ്, എല്ലാം നല്ല കൊഴുപ്പുകൾ തന്നെയാണ്. നേച്ചറിൽ നിന്നും കിട്ടുന്ന പ്യൂർ ആയുള്ള നല്ല ഫാറ്റുകളാണ് ഇതൊക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണിത്. അപ്പോൾ ഈ സീരിയൽ കൊടുത്ത്, കാർബ് കൊടുത്ത് 90% നമ്മൾ വെറും എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടിയെ കൊഴുത്ത് കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഈ പറയുന്ന സെർലാക്ക് അല്ലെങ്കിൽ സീരിയല് അല്ലെങ്കിൽ കുറുക്കൊക്കെ കൊടുത്ത് കുട്ടിയെ തടിപ്പിച്ച് നമ്മൾ എന്താക്കിയാണ്? അവരുടെ ആരോഗ്യത്തെ നമ്മൾ മോശമാക്കി കളയാണ്. അപ്പോ അവിടെ നിന്നും തുടങ്ങണം. നമ്മുടെ വീട്ടിൽ നിന്നും കുട്ടികളെ വെച്ച് നമ്മൾ തുടങ്ങണം. എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നന്നായി എനർജി തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോ കുഴഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ തീരെ എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ എനർജി ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത്. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് പെടും, അതിൽ ഫ്രക്ടോസ് പെടും, അതിൽ ഗ്ലൂക്കോസ് പെടും, അതില് സൂക്രലോസ് പെടും, സ്റ്റാർച്ച് പെടും, എല്ലാ തരത്തിലുള്ള ഷുഗറുകളും പെടും. നമുക്ക് പെട്ടെന്ന് ഒരു ഉന്മേഷം, പെട്ടെന്ന് ഒരു എനർജി, പെട്ടെന്നൊരു ഒരു എനർജി കിട്ടാനുള്ള, ഊർജം കിട്ടാനുള്ള ഒരു കാര്യം നമുക്ക് ഷുഗറിൽ നിന്നും കാർബോഹൈഡ്രേറ്റിൽ നിന്നും കിട്ടും. എന്ന് വെച്ചാൽ അത് എന്തല്ല,
നല്ലതാണ് എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഈ ഒരു കാര്യം മാത്രമല്ല, ഫാറ്റിൽ ഈ ഒരു കാർബോഹൈഡ്രേറ്റിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് കൊഴുപ്പ്. ഫാറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, എപ്പോഴും വേണം. നമ്മുടെ തലച്ചോറിന് വേണം, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണം. അത് മാത്രമല്ലാതെ നമ്മുടെ ഓരോ കോശങ്ങൾക്കും. ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 30 ട്രില്യൺ കോശങ്ങൾ വെച്ചുണ്ടാക്കിയ ഒരു ശരീരമാണിത്. ആ ഓരോ കോശങ്ങളുടെയും ഭിത്തികൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊഴുപ്പിന്റെയും ഫോസ്ഫറസിന്റെയും ഒരു കോമ്പിനേഷൻ വെച്ചാണ്. അങ്ങനെ കൊഴുപ്പിന്റെ ഒരു അംശം ഉള്ള ഒരു മതിലുണ്ടെങ്കിൽ മാത്രമാണ് അതിലോട്ട് രക്തത്തിൽ നിന്നും വരുന്ന നല്ല ന്യൂട്രിയൻസ്, പോഷകങ്ങൾ കയറുകയുള്ളൂ. അങ്ങനെ കയറുവാനും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ വിത്ത്ഹോൾഡ് ചെയ്യാനും കൊഴുപ്പ് ആവശ്യമാണ്. അങ്ങനെ നല്ല കൊഴുപ്പ് എടുക്കാത്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാർബ്സ് ആണ്, അല്ലെ, ഷുഗറുകളാണ്. നമ്മുടെ ശരീരം എന്ത് ചെയ്യും? കൊഴുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു കൊഴുപ്പ് ഉണ്ടാക്കും. അത് നല്ല കൊഴുപ്പ് ആയിക്കൊള്ളണം എന്നില്ല, പക്ഷെ കൊഴുപ്പ് ആവശ്യമുള്ളത് കാരണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ എന്ന് പറയുന്നത്, മധുരം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നുണ്ടോ, ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഡാമേജ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെയാണ് ഈ മധുരത്തിൽ നിന്നും വരുന്ന കൊഴുപ്പുകളും നമ്മുടെ ശരീരത്തിന് ഡാമേജ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ആ ഒരു സമയത്തിന് അതൊരു യൂസ് ആവുന്നുണ്ട്, നല്ല കൊഴുപ്പിന് പകരമായി അത് നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല കൊഴുപ്പ് തരുന്ന അത്രയും ഗുണങ്ങൾ ഇതിന് തരാൻ സാധ്യമല്ല. മാത്രമല്ല, മോശമായ കൊഴുപ്പ് എന്ന് പറയുന്നത് കെട്ടിക്കെടുക്കുകയും ചെയ്യും, ഭയങ്കരമായി കെട്ടിക്കെടുക്കും. നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കെട്ടിക്കെടുക്കുകയും അതിൽ നിന്നും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കാരണം, ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട്, നമ്മുടെ ആന്തരിക ഇപ്പോൾ ലിവറിനുള്ളിലാണെങ്കിൽ ഈ കൊഴുപ്പ് ശേഖരിച്ച് വെക്കുകയാണ്. മധുരത്തിൽ നിന്നും വരുന്ന കൊഴുപ്പിനെ ശേഖരിച്ച് വെച്ച് അങ്ങനെ ഒരു ഫാറ്റി ലിവർ വന്ന് അവിടെ ഒരു നീർക്കെട്ട് വന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, ആ ഒരു ഭയങ്കരമായുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കാരണമാണ് അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതും പിന്നെയും തടി കൂടുന്നതും, ഇതുപോലെ ലിവറിന് അതിൻ്റെതായുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകാതെ വരുന്നതും, അല്ലെങ്കിൽ ഓവറി ആണെങ്കിൽ, അണ്ടാശയമാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്രസ് ആണെങ്കിൽ, ഇതിനെല്ലാം ഡാമേജുകളും ബുദ്ധിമുട്ടുകളും വരുന്നത് ഈ ഒരു ഷുഗറിൽ നിന്നും വരുന്ന കൊഴുപ്പ് കാരണമാണ്. ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ല കൊഴുപ്പ് എടുത്താലേ പറ്റൂ. ഇപ്പൊ നമ്മള് എസ്കിമോസെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം, അല്ലെ? എസ്കിമോസ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിലൊക്കെ ഉള്ള ഒരു കൂട്ടമാണ്. ആ ഐസ് നിറഞ്ഞുള്ള ആ ഒരു നാട്ടില് ഒരു തരത്തിലുള്ള ചെടികളോ അല്ലെങ്കിൽ ഫ്രൂട്ടുകളോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല. അവരുടെ ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ സീൽ എന്ന് പറയുന്ന ഒരു മൃഗമാണ്. അതിനെ വേട്ടയാടി അതിന്റെ കൊഴുപ്പ് കഴിച്ച്, അതിന്റെ മാംസം കഴിച്ച്, അതിന്റെ തോല് വെച്ച് ഡ്രസ്സുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ അവരുടെ ടെന്റുകൾ ഉണ്ടാക്കി. അങ്ങനെയാണ് അവര്, അതിനെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. മീനും അതേപോലെ ഈ സീൽ എന്ന് പറയുന്നതിനെ. അപ്പൊ ഇവരെവിടെയാണ് ഇത് കഴിക്കുന്നത്? ഇലവർഗ്ഗങ്ങളും അല്ലെങ്കിൽ ഫ്രൂട്ടുകളും ഒക്കെ എവിടെയാണ് കഴിക്കുന്നത്? എന്നാലും ഇവർക്ക് ഒരു തരത്തിലുള്ള ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, മോശമായതുകൊണ്ട്. അപ്പോൾ മോശമായ ഒരു തരത്തിലുള്ള കൊളസ്ട്രോളും ഇല്ല അവർക്ക്. ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിൽ 300-400-ലും കൂടുതലുള്ള ഒരു കൂട്ടാണ്. എന്നാലും അവർക്ക് എന്തില്ല? ഹാർട്ട് ബ്ലോക്കുകളോ ഹാർട്ട് അറ്റാക്കോ ഇല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കും അതേപോലെ ഡയബറ്റിസ്, നമുക്ക് പ്രമേഹ രോഗവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫാറ്റി ലിവർ ഒക്കെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മോശമായ കൊഴുപ്പ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. ഇപ്പൊ അമേരിക്കയിൽ നടന്നുള്ള ഒരു പഠനമാണിത്. 1960-കളിൽ അല്ലെങ്കിൽ 70-കളിലാണ്
ഈ കാണുന്ന വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ് ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പാമലിൻ ഓയിൽ, കോട്ടൺ സീഡ് ഓയിലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അത് തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന ഈ കാണുന്നതൊക്കെ എന്താണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. പൊണ്ണത്തടി തുടങ്ങിയിട്ടുള്ളത് ഈ മോശമായ കൊഴുപ്പ് നമ്മുടെ ഡയറ്റിൽ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഇപ്പൊ പാലുൽപ്പന്നങ്ങളൊക്കെ ഈ ഒരു തോതിൽ എപ്പോഴും അന്നാണെങ്കിലും ഇന്നാണെങ്കിലും അതേപോലെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതേപോലെ തന്നെ ബീഫ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആനിമൽ ഫാറ്റ്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു അളവിലാണ് അന്നും ഇന്നും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണ്? വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിലും അതേപോലെ കൂടുതലായി സീരിയൽസ് കഴിക്കുന്നത്, കൂടുതലായി പിന്നെ അരിവർഗ്ഗങ്ങൾ കഴിക്കുന്നത്, ഇത് രണ്ടുമാണ് ഈ ഒരു കോമ്പിനേഷൻ. ഈ മധുരവും അതേപോലെ മധുരത്തിൽ നിന്ന് പിന്നെ ഈ ഒരു കോട്ടൺ സീഡ് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത്, ഇതിൽ നിന്നുമാണ്, ഈ കോമ്പിനേഷനിൽ നിന്നുമാണ് പൊണ്ണത്തടി ഉണ്ടാകുന്നതും. അപ്പൊ അതിന്റെ ഒരു ഇതെന്താണ് കാരണങ്ങൾ എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഇനി കൃത്യമായി ശരീരത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിന് കുറിച്ച് വേറൊരു ക്ലാസ് എടുക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ഒരു അരമണിക്കൂറായി കഴിഞ്ഞു. അപ്പോ ഇപ്പൊ ഇതിൽ നിന്നും ഒമേഗ 3 എന്ന് പറയുന്നത് കണ്ടോ, ഈ കാണുന്ന നല്ല ഇറച്ചി അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ നല്ല പാലുൽപ്പന്നങ്ങളൊക്കെ കഴിച്ചാലും നമുക്ക് അതിൽ നിന്നും ഒമേഗ 3 അല്ലെങ്കിൽ നമുക്ക് നീർക്കെട്ടുകളെ കുറക്കുന്ന നല്ല കൊഴുപ്പുകളാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഒമേഗ 6 എന്ന് പറയുന്നത് വറുത്തെടുക്കുന്ന അല്ലെങ്കിൽ പൊരികളിൽ നിന്നും അതേപോലെ ഈ വെജിറ്റബിൾ ഓയിൽസ് അതേപോലെ ബേക്കറി ഐറ്റംസിൽ നന്നായിട്ട് ഉണ്ടാകാറുണ്ട്. ഒമേഗ 6 പിന്നെ കൂടിയിട്ടുള്ള മറ്റൊരു ഡെയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അധികമായി പുല്ല് തിന്ന് അല്ലാതെ വെറും ചോളവും അതേപോലെ ഈ പറഞ്ഞ പോലെ അരി ആഹാരങ്ങൾ അല്ലെങ്കിൽ തവിട് പിണ്ണാക്കൊക്കെ കഴിച്ച് മാത്രം പിന്നെ വളർത്തിയിട്ടുള്ള പശുക്കളിൽ നിന്നും എടുക്കുന്ന ഡെയറി പ്രൊഡക്ട്സിലും കുറച്ച് ഒമേഗ 6 ഹൈ ആണ്. അതേപോലെ ഡ്രിങ്ക്സ്, ചിപ്സ്, പിന്നെ പെപ്സി കോള പോലെയുള്ള ഡ്രിങ്ക്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും ഒമേഗ 6 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നീർക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാലാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായാലാണ് നമുക്ക് അമിതമായി വണ്ണം വെക്കുന്നത്. അപ്പൊ നീർക്കെട്ട് തടയുകയാണ് നമുക്ക് വേണ്ടത്. നീരുണ്ടാക്കുന്ന ഒരു കാര്യം നമുക്ക് ശരീരത്തിൽ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മുറിവുണ്ടായാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരീരം അങ്ങോട്ട് ശ്രദ്ധിക്കുവാനും അങ്ങോട്ടേക്ക് സഹായം എത്തിക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് നീർക്കെട്ട് ഓണാക്കുന്ന കാര്യം. അതാണ് ഒമേഗ 6. പക്ഷെ അത് ഒന്നേ പാടുള്ളൂ. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീർക്കെട്ട് നിർത്തലാക്കുന്ന ഒരു കാര്യം ഒരേ സമ അളവിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് കാണുന്നത്? ഈ നീർക്കെട്ട് ഉണ്ടാക്കുന്നതാണ് വളരെ കൂടുതൽ. മനസ്സിലാവുന്നില്ല? അപ്പൊ നമുക്ക് അതൊക്കെ വരുന്നത് റിഫൈൻഡ് ഓയിൽസിൽ നിന്നും അതേപോലെ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, പൊരികളിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നല്ല എണ്ണകൾ കഴിക്കുക തന്നെ വേണം. ഒലിവ് ഓയിൽ ആയാലും ശരി, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ശരി, ഡെയറി പ്രൊഡക്ട്സ്, നല്ല ചീസ്, വെണ്ണ, നെയ്യ്, പാല്, തൈര് ഒക്കെ നമ്മൾ കഴിക്കുക തന്നെ വേണം. ആ നല്ല ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ മോശമായത് അവോയ്ഡ് ചെയ്യണം. അപ്പൊ നമ്മൾ മൊത്തമായി കൊഴുപ്പിനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുന്ന് ഈ ഒരു ക്ലാസ്സിന്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. കൊഴുപ്പിനെ പേടിക്കാൻ പാടില്ല. കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഏറ്റവും നല്ല ഒരു ആരോഗ്യം തരുന്നതിനും ആവശ്യമുള്ള ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ആ കൊഴുപ്പ് ഏതിൽ നിന്നായിരിക്കണം? നല്ല കൊഴുപ്പിൽ നിന്നായിരിക്കണം. അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുത്തത്. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ഒരു കാര്യത്തെ കുറിച്ചാണെങ്കിലും ശരി, പിന്നെ നിങ്ങളുടെ ഡയറ്റിനെ കുറിച്ചാണെങ്കിലും ശരി, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഹലോ ഡോക്ടർ. സാർ, എന്റെ കുട്ടികളെ ചെറിയ കുട്ടികളാണ്. അപ്പൊ 5 മണിക്ക് ശേഷം ഞാൻ അരിയാഹാരം ഒന്നും കൊടുക്കാറില്ല. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? 6.5 വയസ്സ് 4.5 വയസ്സുള്ള കുട്ടികളാണ്. രാവിലെ ഒരു തുമ്മലുണ്ട്. അപ്പൊ 5 മണിക്ക് ശേഷം അവർക്ക് അരിയാഹാരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഫക്കെട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുട്ടികളുടെ വളർച്ചേനെ എന്തെങ്കിലും അത് ബാധിക്കുമോ?
നമ്മൾ അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ നമ്മുടെ ഡയറ്റ് ചാർട്ടിലുള്ള ഫുഡുകളൊക്കെ നല്ല ഫുഡുകളാണ്. ആ ഫുഡുകളൊക്കെ നല്ല ഫുഡുകളാണ്. അപ്പൊ ആ ഒരു റേഷ്യോയിൽ കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ വിശപ്പില്ലെങ്കിൽ കൂടുതലായി പിന്നെ നിറച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ കുട്ടികൾക്ക് നല്ല കവിള് അല്ലെങ്കിൽ നല്ല വയറ്, നല്ല കയ്യ്, നല്ലൊരു തടിയുള്ള കുട്ടികൾ മാത്രമാണ് നല്ല ആരോഗ്യം ഉള്ളോ എന്നുള്ള ഒരു വിശ്വാസവും നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പൊ അത് നമ്മുടെ കാണാൻ നമുക്ക് നല്ല ക്യൂട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ലാളിത്യം ഉണ്ടാവും. പക്ഷെ അവർക്ക് അത് ശരീരത്തിൽ പലതരത്തിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള റോഡ് ആക്സിഡന്റിൽ മരണപ്പെട്ടുള്ള ചെറിയ കുട്ടികളുടെ ഹാർട്ട് പഠനത്തിനെടുത്ത് അവർ നോക്കിയാണ്. അപ്പൊ 5 വയസ്സ് തൊട്ട് തന്നെ ഹാർട്ട് ബ്ലോക്കുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 5 വയസ്സ് തൊട്ട് തന്നെ ഹാർട്ട് ബ്ലോക്കുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പിന്നീട് 25-ഉം 30-ഉം ഒക്കെ വയസ്സാകുന്ന സമയത്ത് പൊട്ടുന്നതും ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ സ്ട്രോക്കും ഒക്കെ വരാനുള്ള കാരണം, ഇത്രയും ചെറുപ്പത്തിൽ വരാനുള്ള കാരണം, ഇത്രയും അധികം മോശമായ റിഫൈൻഡ് ഓയിൽസ്, എണ്ണക്കടികൾ, ബ്രോസ്റ്റ് അങ്ങനത്തെ ഒക്കെ കൊടുക്കേണ്ട ആവശ്യമല്ല. എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞ് ഈ എപ്പോഴെങ്കിലും എന്ന് പറയുന്നത് എല്ലാ ദിവസവും ആവുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അല്ലേ എന്നുള്ളത് ഒരു പറച്ചിലും വരുന്നുണ്ട്. അപ്പൊ നമ്മള് വളരെ കോൺഷ്യസ് ആയി തന്നെ എടുക്കണം. നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്നാണോ കൊടുത്തത്, ഇന്നലെയാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ആണോ കൊടുത്തത് എന്നുള്ളതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ഒരു പിന്നെ എണ്ണക്കടികൾ കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് സ്നേഹം തന്നെയാണ്. എന്നാലും നമ്മൾ ഈ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് അവെയർ ആണെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു ആരോഗ്യവും നമുക്ക് നന്നായി സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. ഹലോ സർ. പറഞ്ഞോളൂ മാഡം. ഹലോ സുനിത മാഡം പറഞ്ഞോളൂ. ഹലോ സർ. സർ ഞാനിപ്പോ 15 ദിവസമായി ഇത് ഡയറ്റ് തുടങ്ങിയിട്ട്. എനിക്ക് 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഡയബറ്റിക് ആണ് ഞാൻ. ഡയബറ്റീസും കുറവുണ്ട്. പിന്നെ ബിപിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ബിപിയും എല്ലാം നോർമൽ ആയിട്ടുണ്ട്. വളരെ സന്തോഷം. പിന്നെ വെയിറ്റ് അത്ര പെട്ടെന്നൊന്നും കുറഞ്ഞില്ല. 2 കിലോ കുറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് മാഡം? 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. 2 കിലോ അല്ലെ? അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട എന്ന് ഞാൻ പറയുള്ളൂ. വെയിറ്റ് ലോസ് എന്ന് പറയുന്നതും ഫാറ്റ് ലോസ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അത് നല്ലോണം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആന്തരികായ അവയവങ്ങളിൽ ഒട്ടിക്കെടുക്കുന്ന കൊഴുപ്പ്, മോശമായ കൊഴുപ്പിനെ കളയണം എന്നുള്ളതാണ് എൻ്റെ എപ്പോഴുമുള്ള കോൺസെൻട്രേഷൻ. നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ചിലവർക്ക് കുറയാതിരിക്കാം, പക്ഷെ ഇഞ്ച് ലോസ് ഉണ്ടാകണം. അതേപോലെ നിങ്ങളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് എടുത്ത് നോക്കിയാൽ അതൊക്കെ നോർമൽ ആയിരിക്കണം. നിങ്ങളുടെ ഫീലിംഗും ആരോഗ്യമായിരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു എനർജി ഉണ്ടാകണം. അപ്പൊ അതിലൂടെ കുറച്ച് ടൈം എടുക്കും, ഓരോരുത്തർക്കും ഓരോ സമയം എടുക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിപ്പിച്ചെടുത്ത് അതിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അവസാനത്തെ ഒരു ഹലോ ഡോക്ടറെ. ഹലോ പറഞ്ഞോളൂ സുനി മാഡം പറഞ്ഞോളൂ. ഹലോ, ഞാൻ 20 ദിവസമായി തുടങ്ങിയിട്ട് ഡയറ്റ് തുടങ്ങിയിട്ട്. ഹലോ, 20 ദിവസമായി ഡയറ്റ് തുടങ്ങിയിട്ട് 3 കിലോ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹെർണിയ ഉള്ളത് കൊണ്ട് അധികം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വാക്കിംഗ് മാത്രം അരമണിക്കൂറൊക്കെ ചെയ്താലും മതിയാവോ? വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് മെന്റലി അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ഹോർമോൺ അധികമാവുന്നുണ്ട്, കോർട്ടിസോൾ എന്ന് പറയുന്നത്. അതിനൊന്ന് റിലാക്സ് ചെയ്യാനും ശരീരത്തിന് ഒരു ഓവറോൾ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ കിട്ടാനും നല്ലതാണ്. പക്ഷെ തടി കുറക്കാൻ പിന്നെ ഡയറക്റ്റായി അങ്ങനെ ഒരു നല്ല കാര്യമല്ല. നല്ല കാര്യമല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നടക്കാൻ പോകണം, നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ തടിയെ ഡയറക്റ്റായി എഫക്റ്റ് ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ. എന്നാലും അത് നിർത്തണ്ട, നല്ല കാര്യമാണ്, അത് പോയിക്കൊണ്ട് തന്നെ. അപ്പോ ഡയറ്റ് മാത്രം ചെയ്യാൻ പാടില്ല, അത് മാത്രം ചെയ്തത് കൊണ്ട് വെയിറ്റ് കുറയോ? എങ്ങനെയാണ് മാഡം? ഡയറ്റ് മാത്രം ചെയ്തത് കൊണ്ട് വെയിറ്റ് കുറയാൻ ഇടയുണ്ടോ? തീർച്ചയായും.
കുറയും അല്ലേ? ഇതന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തേ പോവാ അല്ലേ? ഇപ്പൊ ഞാൻ 20 ഡേയ്സേ ആയിട്ടുള്ളൂ. ഇതന്നെ കണ്ടിന്യൂ. ഏറ്റവും നല്ലത് മാഡം ഒരു 3-4 മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഹലോ ഡോക്ടർ. ഓക്കെ താങ്ക് യു. ഹലോ സാറേ, അതെ. ഷെഫിൻ സാർ പറഞ്ഞോളൂ. സാറേ, അത് എനിക്ക് ആദ്യമേ സമയത്ത് ഞാനിപ്പോ ഒരാഴ്ച നമ്മൾ ഡയറ്റ് തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും എനിക്ക് 1.5 കിലോളം എൻ്റെ ലോസ് ആയിട്ടുണ്ട്. വെയിറ്റ് ലോസ് 88.8 ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല ശാരീരികമായിട്ട് എനിക്ക് നൈറ്റ് എൻ്റെ ജോലി. പിന്നെ എനിക്ക് ഇപ്പോൾ 2 മണി തൊട്ടൊരു 6 മണിയുള്ള സമയത്ത് എൻ്റെ ജോലി സമയം. അപ്പോൾ എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ എന്നെ കൊണ്ട് ടൈം എനിക്ക് കിട്ടാറില്ല. പിന്നെ രാത്രി വന്നിട്ട് ഞാൻ നേരത്തെ എനിക്ക് ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണം കയറി കിടക്കുന്ന കാരണം ഞാനൊരു ഈ 9 മണി എന്നുള്ളത് ഞാനൊരു 7 മണിയാകുമ്പം 7:30-8 മണിക്ക് മുമ്പ് ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ രാത്രി ഈ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 മണിയാകുമ്പോൾ എഴുന്നേക്കേണ്ട കാരണം, ഒരു 1:30 ആകുമ്പോൾ എഴുന്നേക്കേണ്ട കാരണം ഞാൻ 15-20 മിനിറ്റുള്ളിൽ ഞാൻ കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ഉണ്ടോ? ഈ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കുന്നതുകൊണ്ടോ കഴിക്കുന്നതിൻ്റെ പേരിലും അതുപോലെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചേച്ച് 1/2 മണിക്കൂറിനുള്ളിൽ ഉറങ്ങുന്നതിൻ്റെ പേരിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് സാറിന്റെ ടൈമിങ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് സംസാരിച്ചിട്ട് ടൈമിങ്സ് ഒന്ന് മാറ്റം വരുത്താം കേട്ടോ. ഓക്കെ സാർ. അത് തന്നെയല്ല, എനിക്ക് ആദ്യമേ നമ്മൾ ഡയറ്റ് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാർബ് ഫുള്ളായിട്ട് തന്നെ എനിക്ക് ജോലി ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കരമായിട്ട് തളർന്നു പോകുമായിരുന്നു ഞാൻ. പിന്നെ ഞാനിപ്പോൾ അത്യാവശ്യം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ രാവിലെ ഒരു ചപ്പാത്തി എടുക്കും, മുട്ടയുടെ എഗ്ഗിന്റെ കൂടത്തി. പിന്നെ ഉച്ചയ്ക്കൊരു ശകലം ഓട്സ് ആണെങ്കിൽ ഇച്ചിരി കഴിക്കും. രാത്രി ഒരു ശകലം ചോറ് കഴിക്കും. അത് കുഴപ്പമില്ലല്ലോ, അത് ഞാൻ കണ്ടമാനം വലിച്ചു വാരി കഴിക്കാറില്ല. പിന്നെ ചോറൊക്കെയാണ് ഒരു ബൗളൊക്കെ ഒരു കരണ്ടിയൊക്കെ കഴിക്കാറുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അതെല്ലാം പൂർണ്ണമായി നിർത്തണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എന്തായാലും പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ സാർ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ മാഡം. സീനത്ത് മാഡം പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഇന്നലെ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ലിവർ ഫങ്ഷൻ നോക്കി കഴിഞ്ഞപ്പോ SGPT ഒരു 64 കാണിച്ച്. അപ്പൊ അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ അതാണ് പറയുന്നത്, ഈ കൊഴുപ്പ് ഉള്ളിൽ കിടക്കുന്നത് കാരണം അതിന്റെ ഒരു ഇൻഫ്ലമേറ്ററി സൈൻസ് ആണ് കാണിക്കുന്നതൊക്കെ. അത് മാറിക്കോളും, നന്നായി അത് ഡൗൺ ആകും, നോർമലിലോട്ട് വരും. ഇപ്പൊ ഞാൻ 4 ദിവസമായിട്ടുള്ളൂ എടുത്തിട്ട് നോക്കി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ 71 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇന്ന് നോക്കിയപ്പോ 69 ആയിട്ടുണ്ട്. ഓക്കെ മാഡം. മാഡം എന്തായാലും കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു 2 മാസമെങ്കിലും കണ്ടിന്യൂ ചെയ്തോളൂ, നല്ല രീതിയിലുള്ള മാറ്റം. ഹലോ ഡോക്ടർ, എന്റെ പേര് സുധിൻ. ഞാൻ ഇന്നാണ് ഡയറ്റ് തുടങ്ങിയത്. അപ്പൊ എന്റെ ഒരു ചെറിയൊരു ഡൗട്ടാണ് ഡോക്ടർ. നമ്മളിപ്പോ ഈ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡയറ്റ് ഷീറ്റ് ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്കത് കറക്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മളൊരു വെളിയിലാണെങ്കിൽ ഒരു ഡയറ്റ് നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു ഹോട്ടലിലേക്കുള്ള പോകേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് ആ ഡയറ്റ് ഒന്ന് ഒരു ഹോട്ടലിലെല്ലാം പോയാൽ നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യാൻ കഴിയുക? നിങ്ങള് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമല്ല. നിങ്ങൾ പുറത്തു നിന്ന് കഴിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ, ഞാനിപ്പോ ഒരു പിന്നെ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഒന്നെങ്കിൽ സൂപ്പുകൾ ചോദിക്കും, എല്ല് സൂപ്പുകൾ ചോദിക്കും. അതല്ലെങ്കിൽ ചിക്കൻ കറി തന്നെ ഞാൻ ചോദിക്കും. ചിക്കൻ കറി ഒരു ബൗളിൽ ചോദിച്ച് ഒരു ഓംലെറ്റ് ചോദിക്കും, ഒരു ചെറിയ കപ്പ് തൈര് ചോദിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലും ചോദിക്കും. അങ്ങനെ ഇത് മാത്രം ഞാൻ സ്പൂണ് യൂസ് ചെയ്തിട്ട് കഴിക്കും. നമുക്ക് അങ്ങനെ നമുക്ക് പിന്നെ കേരളത്തിലൊക്കെ നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ അവർ കൊണ്ടുവരാറുണ്ട്. നമുക്ക് വേറൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്കത് ഉച്ചക്ക് നമുക്ക് ഒരു 2 ചപ്പാത്തി വീതം കഴിക്കാൻ പറ്റുമോ? അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല.
എന്നാലും സാറിന്റെ സാഹചര്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സാറിന് വേറെ സാഹചര്യം വരുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ചപ്പാത്തി കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ അതേ സ്ഥാനത്ത് ചപ്പാത്തിക്ക് പകരം പോലെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പിന്നെ നിങ്ങൾ എന്നോട് സയന്റിഫിക്കലി ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ന്യൂട്രീഷൻ വൈസ് ചോദിക്കുകയാണെങ്കിൽ അതിലും ഉള്ളത് 75% ഷുഗർ തന്നെയാണ്, 75% ഷുഗർ തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. സാർ അത് പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ ഫുഡ് ഗ്രൂപ്പുകളുടെ കൂടെ ഒന്ന് കഴിക്കുന്നത് കുഴപ്പമില്ല. ഹലോ സർ. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. സജീന മാഡം പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ സജീന. എനിക്ക് 90 kg ഉണ്ടായിരുന്നു ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ലാസ്റ്റ് 15 days ആയിട്ടുണ്ട് സ്റ്റാർട്ട് ആയിട്ട്. അതിനിടയ്ക്ക് എനിക്കൊരു 3 or 4 days പനി കാരണം ഇത് ഡയറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്കിപ്പോ എന്റെ വെയിറ്റ് ലോസ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 90 kg എടുത്തു. അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 90 ആയിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 500 gram അങ്ങനെ എന്തോ ഒരു കുറവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ നോർമലി ഈ ഡയറ്റ് നല്ലോണം ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് മുന്നേ ഞാൻ അരിയാഹാരം അധികം കഴിക്കാറില്ല. നല്ല ഓവർ വെയിറ്റ് ആയതുകൊണ്ട് 90 kg 165 എന്റെ ഹൈറ്റ്. അപ്പൊ 90 kg ഓവർ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി നാളെ അരിയാഹാരം കുറച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും ബോഡിയിൽ അത് എഫക്റ്റ് ആവുന്നില്ല. മാഡം ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ തൈറോയിഡ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ തൈറോയിഡ് ചെക്ക് ചെയ്തു. ഡോക്ടറെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തൈറോയിഡില് ഫസ്റ്റ് ചെക്കപ്പില് T3 അതൊന്നും ഒരു പ്രശ്നമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല. അങ്ങനെ വേറെ നമുക്ക് ഈ ഫുഡിന്റെ ഇത് നമ്മൾ നട്ട്സോ അല്ലെങ്കിൽ ഈത്തപ്പഴോ ഒക്കെ ഡെയിലി കഴിച്ചു കഴിയുമ്പോൾ കോൺസ്റ്റിപ്പേഷന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതല്ലാതെ എനിക്ക് വേറെ ഞാൻ കാണത്തക്ക രീതിയിൽ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മാഡം ഒരു കാര്യം ചെയ്യും, മാഡം ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചോദിച്ച് അതൊന്ന് ചെയ്യട്ടോ. ബേക്കിംഗ് സർ സർ ഹലോ ഡോക്ടർ. ഹലോ ദീപ മാഡം പറഞ്ഞോളൂ. ഹലോ ദീപ മാഡം പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഇപ്പൊ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ഒരു 8 kg കുറഞ്ഞു. പിന്നെ കുറയാഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ വെയിറ്റ് കണ്ടു ചേർന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ്. പക്ഷെ ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. വിശപ്പായിരുന്നു, ഭയങ്കര വിശപ്പായിരുന്നു എനിക്ക്. ഈ ഫുഡ് കഴിക്കണമെങ്കിൽ പിന്നെ വിശപ്പ് കുറവുണ്ട്. 10 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഹംഗ്രി ഫീൽ ചെയ്യുക ചില സമയത്തൊക്കെ, ഭയങ്കര ടയർഡ്നെസ്. ആ സമയത്ത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണോ അങ്ങനെ ഹംഗ്രി ഫീൽ ചെയ്യുന്നത്? എത്ര ക്വാണ്ടിറ്റി വെച്ചെടുക്കണം എന്നുള്ളതുണ്ടോ ബോഡി വെയിറ്റ് അനുസരിച്ച്? അതുകൊണ്ടായിരിക്കും ക്വാണ്ടിറ്റി കുറക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി കുറച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്? എങ്ങനെയാണ് ഫീലിംഗ് വരുന്നത്? വൈകുന്നേരമൊക്കെ ഭയങ്കര വിശപ്പ്, പിന്നെ എന്തെങ്കിലും കഴിക്കണം എന്നൊരു തോന്നല്. അങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണോ മാഡം? ഈ പറഞ്ഞ പോലെ എനിക്ക് അസിഡിറ്റി ഉണ്ട്, അസിഡിക് പ്രോബ്ലം ഉണ്ട്, അതായത് വയറിരിച്ചിട്ടുണ്ട്. അതാണ് ഗ്യാസ്ട്രിക് എന്ന് പറയുന്നത്. അത് മാഡം ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു. ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് പിന്നെ ഡയറക്റ്റ് ലാബിൽ പോയി പറയുവാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയാവോ? അല്ല, അത് വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ്. ഫോളോ അപ്പ് ടീം നിങ്ങളെ ഗൈഡ് ചെയ്യും. എന്ത് ടെസ്റ്റ് ഡോക്ടറെ? ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്ന് ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചാൽ മതി. ഹലോ സാർ. ഹലോ സാർ. ഹലോ സാറേ, ഞാൻ 3 ആഴ്ചയായി ഡയറ്റ് തുടങ്ങിയിട്ട്. എനിക്ക് മുട്ടിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഡയറ്റ് നോക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. അപ്പം ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഹൈപ്പർ അസിഡിറ്റി ആയിരുന്നു. അപ്പം നന്നാരി വേരൊക്കെ ഇട്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് 2 ലിറ്റർ. പക്ഷെ എൻ്റെ വയറിങ്ങനെ ഭയങ്കര വീർത്തിരിക്കുവാണ്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസിന്റെ വെയിറ്റ് 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല. 72 ആണ്. എനിക്ക് 153 ഹൈറ്റ് ആണ്. 72 kg ഇതുണ്ട്. അതാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയാൻ കഴിയും. അപ്പൊ അത് ഫസ്റ്റ് നമ്മൾ അത് പരിഹരിച്ച് വേണം വെയിറ്റ് ലോസിലോട്ട് പോകാൻ. ചെയ്തിട്ടും ഭേദമല്ലെങ്കിൽ ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാഡമിന് മരുന്ന് അയച്ചു കുറച്ച് പിന്നെ മരുന്നുകൾ ഞാൻ അയച്ചു തന്നാൽ അസിഡിറ്റി ഇഷ്യൂസ് സോൾവ് ആവും. അതിനുശേഷം വെയിറ്റ് ലോസ് അവരോട് പറഞ്ഞാൽ മതിയോ സാറ്? പറഞ്ഞാൽ മതി. ഞാനത് പ്രിസ്ക്രിപ്ഷൻ അയച്ചു. ഹലോ സർ.
കുറച്ച് ദിവസം ഈ ഡയറ്റ് കഴിഞ്ഞ് മീറ്റിംഗിന് സാറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് വെയിറ്റ് നോക്കിയിട്ടില്ല. കാരണം കണ്ടിന്യൂസ് വെയിറ്റ് അങ്ങനെ കുറയുന്ന ടെൻഡൻസി ഇതുവരെ നമുക്ക് ഉണ്ടായില്ല. പക്ഷെ പറ്റില്ലല്ലോ സാർ. സാറിന്റെ ഈ ഡയറ്റ് ആയാലും നേരത്തെ എനിക്ക് ഈ കംപ്ലൈന്റ് തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം നമുക്ക് ഏത് ഫുഡ് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഈ ഒരു ഫുഡ് എനിക്കിപ്പോ 2 ദിവസം കൊണ്ട് ഫുഡ് കഴിക്കത്തില്ല. പ്രോട്ടീൻ വയറിങ്ങനെ വീർത്തിരിക്കുക എന്നുള്ള മാഡമും ഈ പറഞ്ഞ പോലെ തന്നെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഫോളോ അപ്പ് ടീമിനോട് ചോദിക്കാം. ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇനി പറഞ്ഞിട്ടാ മതിയോ? ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചിരുന്നാൽ മതിയോ സാർ? ചോദിച്ചാൽ മതി, അവര് മാഡമിനെ ഗൈഡ് ചെയ്യും. ഹലോ ഡോക്ടർ, ഞാൻ കോമളാണ്. കോമൾ ശ്രീകുട്ടി മാഡം പറഞ്ഞു. ഡോക്ടർ, എനിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് 105 കിലോ ആയി. എനിക്കത് ഞാൻ 1 വർഷം കൊണ്ട് ഞാൻ ഡയറ്റ് ചെയ്യാൻ എനിക്ക് അത് റെഡ്യൂസ് ചെയ്യാനേ പറ്റില്ല. എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിലും എനിക്ക് 105 കിലോ ആയി. പക്ഷെ അത് പെട്ടെന്ന് എനിക്ക് കുറഞ്ഞ ഒരു 90 kg എനിക്ക് പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്തു. പക്ഷെ എനിക്ക് ഈ ഡെലിവറിയിൽ ഇപ്പൊ മോക്ക് 1.5 വയസ്സാകുമ്പോൾ ഒരു മാറ്റവും എനിക്ക് വന്നില്ല. എങ്ങനെ ഡയറ്റ് ചെയ്താലും ഒരു 103 വരെ നിൽക്കും. പിന്നെ ഒരു മാറ്റം എനിക്ക് വരുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം ഈ ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് 102.1 ഉണ്ടായിരുന്നു. 15 ദിവസമായി എനിക്ക് 98.2 ആയി 15 ദിവസം കൊണ്ട്. അപ്പൊ ഞാൻ ഒരു 2 വർഷം കൊണ്ട് ഞാൻ 2 ഡിജിറ്റ് നമ്പർ കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്റെ വെയിറ്റിൽ. എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് ആ സമയത്ത് തോന്നി ഈ 2 ഡിജിറ്റ് കണ്ടപ്പോൾ തന്നെ. അപ്പൊ എന്റെ ഹസ്ബൻഡും ഇതണക്ക് വെയിറ്റ് ഉള്ള ഒരാളാണ്, വെയിറ്റ് വെച്ചതാണ്. പെട്ടെന്നാണ് ഞങ്ങൾ ഒരു ബോഡി നൈസർ ആയിരിക്കും, പെട്ടെന്ന് വെയിറ്റ് കയറുകയാണ്. അപ്പൊ ഹസ്ബൻഡിനെ ഇപ്പം ചെക്ക് ചെയ്തപ്പോ ഫാറ്റി ലിവർ ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറഞ്ഞപ്പോ ഹസ്ബൻഡിനും ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ മുട്ട അങ്ങനെ ഉള്ളതൊക്കെ യൂസ് ചെയ്ത് ഈ ഡയറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലേന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ക്ലാസ് അതിനെ കുറിച്ച് തന്നെയാണ്. നല്ല കൊഴുപ്പ് കഴിച്ച് മോശമായ കൊഴുപ്പിനെ ശരീരത്തിൽ നിന്ന് കളയണം. മോശമായ കൊഴുപ്പ് മാത്രമാണ് ഇങ്ങനെ ഫാറ്റി ലിവർ ആയിട്ട് കെടുക്കുള്ളൂ. ഷുഗറിൽ നിന്നും വരുന്ന മധുരത്തിൽ നിന്നും കൊഴുപ്പ് മാത്രമാണ് ഫാറ്റി ലിവർ ആയിട്ട് കെടുക്കുള്ളൂ. നല്ല കൊഴുപ്പ് അങ്ങനെ കെടുക്കില്ല. അതിനെ ശരീരത്തെ സംരക്ഷിക്കുള്ളൂ. തീർച്ചയായും ഈ ഡയറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസ് ഉണ്ട്. ഫാറ്റി ലിവർ എങ്ങനെ ഈ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മാറുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്ക് ബിപിയും ഷുഗറും എല്ലാം ലോയാണ്. ഒരു തൈറോയ്ഡ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്റെ വെയിറ്റ് മാത്രം ഇങ്ങനെ ഒരു ഹൈ ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്താണെന്ന് കാരണമെന്ന് പറഞ്ഞുകൂടെ? പിന്നെ മാഡമിന്റെ ശരീരത്തിൽ പിന്നെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എനർജി ആക്കി പിന്നെ ശരീരത്തിൽ നിന്നും യൂസ് ചെയ്ത് കളയുന്നത്. അപ്പോ ഇത് നമ്മളൊരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു കൗമാരപ്രായമാകുമ്പോഴും 20 വയസ്സ് വരെ നന്നായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഓരോ കോശങ്ങളിലും ആയിരക്കണക്കിന് മൈറ്റോകോൺട്രിയ ഉണ്ടാകും. ഒരു 20-25 വയസ്സിന് ശേഷം അതിങ്ങനെ ഓരോ കോശങ്ങളിലും കുറഞ്ഞുകൊണ്ടേയിരിക്കും. കുറച്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചിട്ടില്ലെങ്കിൽ ഈ കഴിക്കുന്നതൊക്കെ തന്നെ എക്സ്ട്രാ ആവുകയാണ്. ഈ കഴിക്കുന്നത് എല്ലാം തന്നെ എനർജിയായി കൺവേർട്ട് ആകുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ശരീരം ശേഖരിച്ചു വെക്കുകയാണ്. അപ്പൊ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ഈ ഒരു കഴിക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചേ പറ്റൂ. കഴിക്കുന്ന ക്വാണ്ടിറ്റി ആണെങ്കിലും ശരി, കഴിക്കുന്ന ഫ്രീക്വൻസി ആണെങ്കിലും ശരി, നമ്മൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റിയേ പറ്റൂ. അപ്പൊ അത് നമ്മൾ ശരിയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഷാക്കിറ മാഡം പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ ഒരു 5 ദിവസമായി ഈ ഡയറ്റിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ മുമ്പ് കുറെ കീറ്റോ ഡയറ്റ് ചെയ്ത ആളായിരുന്നു. അപ്പൊ കീറ്റോ ഡയറ്റ് എന്ന് ചോദിച്ചാൽ നമ്മ ഒരു ഈത്തപ്പഴം കഴിച്ചാൽ കീറ്റോസ്
ഭയങ്കര പണിയാന്ന് കയറാൻ. അതുപോലെ ഇതിലും അങ്ങനെ ഒരു ചീറ്റായിട്ട് എന്തെങ്കിലും ഈ ഡയറ്റിൽ ഉൾപ്പെടുത്താത്ത ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പുറത്താവും, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ഫസ്റ്റ് ആയിട്ട് ജീവിതത്തിൽ വേറെ ഒരു ഡയറ്റും ചെയ്യാത്തവര് നമ്മുടെ ഡയറ്റിലോട്ട് വന്ന് ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പെട്ടെന്ന് ഒരു 9, 10 കിലോ, 11 കിലോ, 12 കിലോ ഒക്കെ ഒരു മാസത്തിൽ തന്നെ പെട്ടെന്ന് മാറും. പക്ഷേ പലതരത്തിലുള്ള ഡയറ്റുകൾ ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് ചെയ്ത് കുറച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് കുറച്ച് ഡയറ്റ് ചെയ്ത് പിന്നെ സാധാരണ ഭക്ഷണങ്ങളിലോട്ട് മാറുന്ന ശരീരങ്ങളാണെങ്കിൽ അവരുടെ ശരീരം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ഈ ഒരു എത്ര ഡയറ്റ് എടുത്താലും പിന്നീട് ആ ഒരു ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. ടൈം എടുക്കും, നമ്മുടെ ശരീരത്തിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, 2-3 മാസം. അപ്പോൾ ഇതിന്റെ ഇടക്ക് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് കൂടുതലും എക്സസൈസ് ഓറിയന്റഡ് അല്ല, നമ്മൾ പ്യൂർലി ന്യൂട്രീഷൻ ഓറിയന്റഡ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നന്നായി ജിമ്മിൽ പോയി 5 മണിക്കൂറും അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ്, എയറോബിക്സ് ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് അത്രയും ക്വാണ്ടിറ്റി കുറക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്യൂട്ടബിൾ ആയിരിക്കും. ഇടയ്ക്ക് ചീറ്റ് മീൽ എന്ന് പറയുന്ന ഒരു കാര്യം കഴിക്കുന്നത് സ്യൂട്ടബിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ പിന്നെ സ്റ്റൈൽ ഫുഡിനെ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അങ്ങനെ ചീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹലോ ഡോക്ടർ. ഹലോ സാർ. ഹലോ ഡോക്ടർ. മാഡം പറഞ്ഞോളൂ. ഹലോ. ഞാന് 13 ദിവസമായി ഡയറ്റ് തുടങ്ങിയിട്ട്. അത് പറഞ്ഞതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 2 കിലോ ഏകദേശം വെയിറ്റ് കുറഞ്ഞതായിട്ടാണ്. കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്യാൻ കാരണം. കാൽമുട്ടിന് തേയ്മാനാണോ? തേയ്മാനാന്നാ പറഞ്ഞത് എക്സ്റേ നോക്കിയിട്ട്. കാൽമുട്ടിന് മാത്രമുള്ള എക്സസൈസ് ഫോളോ അപ്പ് ടീം തന്നിരുന്നോ? പക്ഷെ അത് നല്ല വേദന ഉണ്ട് ചെയ്യുമ്പോ. എനിക്കിപ്പോ വീട്ടിൽ തന്നെ അത് നടക്കാൻ വയ്യാത്തൊരവസ്ഥ, നല്ല പെയിൻ ഉണ്ട്. പിന്നെ ബെഡിൽ കിടന്നിട്ടുള്ള 2 എക്സസൈസ് കാണിച്ചു തന്നിരുന്നു അവര്? അത് തന്നിരുന്നു, ഒരെണ്ണം കാണിച്ചു തന്നിരുന്നു. അത് ചെയ്യണം, ഉണ്ടെങ്കിലും അത് ചെയ്യണം. അതോടൊപ്പം ഗ്ലൂക്കോസമീനും കൊളാജനും ഒക്കെ കഴിക്കണം. ആ ഒരു കാർട്ടിലേജും ജോയിന്റിന്റെ പുനർനിർമ്മാണത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തേക്ക് നടക്കുകയോ അല്ലെങ്കിൽ ജോഗ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ഒന്നും ചെയ്യണ്ട. കാൽമുട്ടിന് തന്നിട്ടുള്ള 2 എക്സസൈസ്, കിടന്നിട്ടുള്ള എക്സസൈസ് മാത്രം. പക്ഷെ ഇത് ചെയ്തതിനു ശേഷം കുറച്ച് കുറവുണ്ട് ഇപ്പൊ, ഇത് തുടങ്ങിയതിനു ശേഷം നല്ലോണം മാറും. ഒരു 3 മാസം എനിക്ക് സമയം തരാം. ഈ 3 മാസങ്ങൾ ഞാൻ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുകയാണ്, ഞാൻ പറയുന്ന പിന്നെ സപ്ലിമെന്റ്സും കഴിക്കുകയാണെങ്കിൽ ഒരു 5% കൂടുതൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. omega-3 ഞാൻ ഓൾറെഡി കഴിക്കുന്നുണ്ട് ഡെയിലി 1. പിന്നെ ആന്റിഓക്സിഡന്റ് എന്നുള്ള ഒരു ക്യാപ്സ്യൂളും ഡെയിലി ഓരോന്ന് ഇടക്ക് നിർത്തും, ഇടക്ക് കഴിക്കും. അങ്ങനെ അത് തുടരണോ ഈ ഫുഡ് കഴിക്കുമ്പോ, അതോ നിർത്തണോ? ഇല്ല, കഴിച്ചോളൂ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഹലോ സാർ. ഷിജിന മാഡം പറഞ്ഞു. സാറ്, ഞാന് ഇന്നാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഞാന് പൊതുവെ മധുരം അങ്ങനെയുള്ള സംഭവങ്ങൾ വറുത്തത് പൊരിച്ചതൊന്നും വളരെ ചെറിയ ക്വാണ്ടിറ്റി, ഒരു കഷ്ണമാണ് വറുത്തത് പൊരിച്ചതാണെങ്കിലും കഴിക്കാറുള്ളൂ. എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ കഴിക്കാറില്ല. അസിഡിറ്റിയുടെ പ്രശ്നം നന്നായിട്ടുണ്ട്. ഞാന് ഒരു 2 വർഷം മുമ്പ് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തതായിരുന്നു. ഗ്യാസ്ട്രിക് ഡോഷൻസ് പറഞ്ഞിട്ടുണ്ടായി, അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് നാളെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് നിർത്തി. ചോറായിരുന്നു മെയിൻ ആയിട്ടും കഴിക്കുന്നത്. നന്നായിട്ട് ചോറ് കഴിക്കുമായിരുന്നു, അതല്ലാതെ വേറെ ഒരു സംഭവങ്ങളും കഴിക്കാറില്ല. മധുരം പൊതുവേ പുറകോട്ടാണ്. ചായ ഇടയ്ക്ക് മാത്രമാണ് മധുരം ഇട്ട് കഴിക്കാറുള്ളൂ, അല്ലാത്തപ്പോ എല്ലാം മധുരം ഇല്ലാതെ കഴിക്കാറ്. ചോറില് 85% മധുരം തന്നെയാണ്. നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നില്ലെങ്കിലും, ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും വീട്ടിൽ നിന്നുള്ള സാധാ ചോറ് കഴിച്ചാൽ തന്നെ മതി, നല്ലോണം തടി വെക്കും. അതാണ് പക്ഷെ ഏറ്റവും നമ്മുടെ ശരീരത്തിന്. ഹലോ സാർ. എനിക്കിപ്പോ സാർ ഒരു കാര്യമുണ്ട്. ഹലോ പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞു വെച്ചിട്ടായിരുന്നു. എനിക്ക് ഓവർ തടിയില്ല, എനിക്ക് വയറാണ് ശരിക്കും തൂങ്ങി വന്നിട്ടുള്ളത്. വയറ് മാത്രമേ ഉള്ളൂ. കൈക്കോ കാലിനോ അങ്ങനെ ബാക്ക് വശത്തുനിന്ന് നോക്കിയാലും ഓവർ തടി പറയാറില്ല.
ഉള്ളവരാണ് പിന്നെ പേടിക്കേണ്ടത്. കൂടുതൽ പിന്നെ പുറത്തോട്ട് തടി കാണിക്കാതെ മെലിഞ്ഞ ശരീരവും അതേപോലെ വയറും ആണ് കൂടുതൽ പേടിക്കേണ്ടത്. കാരണം ആ ഒരു ഭാഗത്ത് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറീസില്, യൂട്ടറസില്, ലിവറിലൊക്കെ ഫാറ്റ്, കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നത് കൂടുതലുള്ളത് ഈ ഒരു തരം ശരീരങ്ങളിലാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ കൃത്യമായി ഡയറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പൊ നമ്മുടെ വെയിറ്റ് കുറച്ച് കഴിയുമ്പം ഓൾറെഡി എന്റെ കവിളൊക്കെ താഴേക്ക് കുറച്ച് തൂങ്ങിയതുപോലെയാണ് ഇരിക്കുന്നത്. കവിള് നല്ല വീർത്തിട്ട് ഓൾറെഡി മുഖത്തിന് നല്ല വണ്ണമുണ്ട്. കവിള് ഓൾറെഡി തൂങ്ങിയതുപോലെ ചെറുതായിട്ടൊരു സാഗിങ് ഉണ്ട്. പിന്നെ രാത്രി നന്നായിട്ട് ഉറക്കം കുറവാണ്. ഒരു 3 വർഷമായിട്ട് ഞാൻ റെഗുലർലി ഒരു 2:30-3 മണി ആയിട്ടാണ് ഉറങ്ങാറുള്ളത്. പിന്നെ ചില ദിവസങ്ങളിൽ 1-2 ദിവസം ഉറങ്ങാതെ രാത്രി തന്നെ ഇരിക്കും. പകല് ഒരു അരമണിക്കൂർ 1-1.25 മണിക്കൂറോളാണ് ഉറങ്ങാറുള്ളൂ. ഉറക്കം തീരെ കുറവാണ്, സാഗിങ് ഉണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. മാഡമിന് പിന്നെ ഉറക്കത്തിന്റെ കാര്യം ഞാനിപ്പോ മരുന്നുകൾ തരുന്നില്ല. മാഡം ഒന്ന് 1 month 1.5 months നോക്കി ചിലപ്പോൾ ശരീരം ചെയ്തു വരും. പിന്നെ ഫേസ് സാഗ് ചെയ്യുന്നതിന് ഫേഷ്യൽ എക്സസൈസുകളും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഫോളോ അപ്പ് ടീം മാഡത്തിന് അതിന് പിന്നെ ഹെൽപ്പ് ചെയ്യും. അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു സാറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് പറയാന്നാണ് പറഞ്ഞത്. മാഡം ഒരു വോയിസ് നോട്ട് അയച്ചാൽ മതി. മാഡം ഒരു വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യും. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നല്ലോണം ചായ കുടിക്കുന്ന ആളായിരുന്നു. കട്ടൻ ചായ നല്ലോണം കുടിക്കായിരുന്നു. ഇപ്പൊ 3 ആഴ്ചയായി ഇപ്പം ചായ നിർത്തിയപ്പോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ എനിക്ക് തലവേദന വന്നിട്ടുണ്ട്. അത് ഇതുകൊണ്ടായിരിക്കുമോ? അതാണ്, ചില സമയങ്ങളിൽ ചായ കുടിക്കുന്നവരും കോഫി കുടിക്കുന്നവരും അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു തലവേദന വരാറുണ്ട്. പിന്നെ അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാരണമുള്ള തലവേദന അല്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്, നല്ലോണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാഡം പിന്നെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള പിന്നെ ഹോം റെമഡീസ് ചെയ്താൽ മതിയാവും. ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചാൽ മതി. ഹലോ പറഞ്ഞോളൂ സാർ, എനിക്ക് PCOD ഉണ്ട്. വെയിറ്റ് ലോസ് പെട്ടെന്ന് കഴിയുമോ? പിന്നെ വെയിറ്റ് ലോസ് എന്നുള്ളതിനെ കാണണ്ട, ഒരു 3 മാസം പിന്നെ നിങ്ങളൊരു ഗോൾ വെച്ച് നിങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ മതി. ഞാൻ പൊതുവെ ചായ, മധുരം അങ്ങനെ തീരെ കഴിക്കലില്ല. റൈസ് ആണെങ്കിലൊക്കെ കുറവ്. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഉണ്ട് വെയിറ്റ്. ആ ഒരു രീതിയിൽ തന്നെ ഇതായതാണ്. അപ്പോ ഇപ്പോഴാണ്, ഈ അടുത്താണ് അധികമായിട്ട് ഇങ്ങനെ ഇതായത്. PCOD ഒക്കെ മാറിപ്പോവൂലേ? എന്തായാലും ഹലോ ജമീറ. സമീറ. ഹലോ, ഞാന് 1-ാം തീയതി തുടങ്ങിയതാണ് വെയിറ്റ് ലോസ്. ഇപ്പൊ 2 കിലോ കുറഞ്ഞിട്ടുള്ളൂ. എത്രയാണ്? 2 കിലോ കുറഞ്ഞിട്ട് കാണുന്നുള്ളൂ. എനിക്ക് പ്രഷറിന്റെ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ കാലിന് എന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റൂല. കാലിന്റെ മുട്ട് അടിച്ചു പോയിട്ട് അത് ട്രീറ്റ്മെന്റിലാണ് ഞാനുള്ളത്. അതുകൊണ്ടാണ് അത് എനിക്ക് കാലും എല്ലാം ഒന്ന് കുറച്ച് നല്ലോണം വെയിറ്റ് കുറയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ 90 വല്ല ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തലവേദനയും വരുന്നു. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തതാണോ? ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തതിന്, പക്ഷെ എനിക്ക് അന്നേരം ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നും ഇല്ല. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഫസ്റ്റ് തുടങ്ങിയ ഒരാഴ്ച കഴിഞ്ഞാലും ചെയ്തതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫീൽ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ അത് കുടിച്ചത്. എത്ര മിനിറ്റിന്റെ ഉള്ളിലാണ് ഏപ്പം വന്നത്? ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിട്ട് എത്ര മിനിറ്റിന്റെ ഉള്ളിലാണ് ഏപ്പം വന്നത്? ഒരു അരമണിക്കൂർ കഴിഞ്ഞിന് വരുമ്പോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോ ഓരോ ആഹാരത്തിന് മുന്നേ ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കുന്നുണ്ടോ? ഇപ്പം കുടിക്കുന്നൊന്നുമില്ല ആപ്പിൾ സിഡർ. അന്നാ കുടിച്ചതേ ഉള്ളൂ ഞാൻ. എത്ര ദിവസം കുടിച്ചു? ഒരു ദിവസമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ ആപ്പിൾ വിനെഗർ. ഒരു ദിവസം. 3 ആഴ്ചയെങ്കിലും തുടർച്ചയായി 3 നേരവും ആഹാരത്തിന് മുന്നേ 5 മിനിറ്റ് മുന്നേ കുടിക്കണം.
അത് അവര് പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അത് പിന്നെ ഇനി മുതല് എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാം. മാഡമിന് ദഹനക്കുറവ് കാരണമാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ അതൊന്നും കൂടെ, എങ്ങനെ നിനക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞത്? ദഹനക്കുറവ് കാരണമാണ് പെട്ടെന്ന് വെയിറ്റ് കുറയാത്തത്. ഓക്കെ. അപ്പോ ഓരോ ആഹാരത്തിന് മുന്നേ 5 മിനിറ്റ് മുന്നേ ആപ്പിൾ സിഡർ വിനെഗർ ആ പറഞ്ഞ അളവിൽ കുടിക്കുക കേട്ടോ. ഓക്കെ, എത്ര അളവ്? ഹലോ പറഞ്ഞോളൂ മിസ്. ഹലോ സർ. ഹലോ. സർ, ഞാനിപ്പോ 2 days ആയിട്ടുള്ളൂ ഇതിൽ ജോയിന്റ് ആയിട്ട്. എനിക്ക് കോൺസ്റ്റിപ്പേഷന്റെ ബുദ്ധിമുട്ട് കാരണം പെട്ടെന്ന് വെയിറ്റ് കൂടിയതാണ്. മുഖത്തൊക്കെ നല്ല പിമ്പിൾസും വരാറുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് കുഴപ്പമില്ല. അങ്ങനെ ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടുതലും കഴിക്കണോണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുളിച്ചതോ നെഞ്ചരിച്ചിലോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതിന് മുന്നേ? ഇല്ല. ഫ്ലോട്ടിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല. വെറും കോൺസ്റ്റിപ്പേഷൻ വന്നതാണ്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആയുർവേദിക്കിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ലേഹ്യം അങ്ങനെയൊക്കെ കഴിച്ച് അങ്ങനെ മെഡിസിൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കുഴപ്പമില്ല. നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പിന്നെയും ബുദ്ധിമുട്ടാവുക. അപ്പോ എങ്ങനെ സർ? ഈ കോൺസ്റ്റിപ്പേഷൻ എത്ര കാലം ഉണ്ടായിരുന്നു? ഇതിപ്പോ ഒരു 8-9 മാസമായിട്ടുണ്ടാവും. ആദ്യം അത്ര കാര്യമാക്കിയില്ല. അപ്പൊ ഞാൻ വേറെ ഡോക്ടറെയൊക്കെ കാണിക്കുമ്പോ അവര് ഇതൊന്നും കാര്യമില്ല, ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ചിലപ്പോ മെഡിസിൻ തരും, അത് കഴിക്കുമ്പോ അത് ക്ലിയർ ആവും കുറച്ച് ദിവസത്തേക്കൊക്കെ. ഓക്കെ, പിന്നെ നിർത്തുമ്പോ വീണ്ടും. അപ്പൊ അത് IBSന്റെ പിന്നെ ഇതിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ കാലങ്ങളായിട്ടുള്ള ഒരു പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഡയറ്റ് തുടരുക. അതോടൊപ്പം ബുദ്ധിമുട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പെട്ടെന്ന് വെയിറ്റ് കൂടിയിരിക്കുന്നത്. അതോടൊപ്പം തൈര് നന്നായി കഴിക്കണം. തൈര് നന്നായി എടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണോ സർ? വേറെ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഹലോ സാർ, കാല് വേദന. ഹലോ അർഷാദ് പറഞ്ഞോളൂ. അർഷാദ്, കാല് വേദന, മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു, വെരിക്കോസ് വേദന, കടച്ചിലും വേദന എല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ എക്സസൈസ് അയച്ചു തന്നായിരുന്നു അവര്? അതെ, ഇടക്ക് ചെയ്യലുണ്ട്. ഞാനത് കാല് പൊന്തിച്ച് വെക്കുന്ന, മെല്ലെ മെല്ലെ താത്തുന്ന, അങ്ങനെ ചെയ്തിട്ട് വേദന മാറിപ്പോ ഊരമ്മലേക്ക് നീര് കയറിയ പോലെ തോന്നിപ്പോ. ഗ്ലൂക്കോസമീനൊക്കെ പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിക്കൊന്നുമില്ല, മരുന്നൊന്നും പറഞ്ഞില്ല. ഒരു വോയിസ് നോട്ട് അയക്ക്, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഹലോ ഡോക്ടർ. മാഡം പറഞ്ഞോ. ഞാൻ റഫ്നയാണ് സർ. സാർ, എന്റെ ഫസ്റ്റ് ഡേ ആണെന്ന്, എന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഞാൻ 158 ആണ് ഹൈറ്റ് ഉള്ളത്. എനിക്ക് 72 kg ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ 3 മാസമായി, സെപ്റ്റംബർ ഒക്ടോബർ, ഇപ്പൊ നാലാമത്തെ മാസമായി ഞാൻ സൂംബ ക്ലാസ്സിൽ ഓൺലൈൻ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ആകെ ഈ 3-4 മാസം കൊണ്ട് 4 kg മാത്രമാണ് കുറഞ്ഞത്. എനിക്ക് സൈനസിന്റെ പ്രോബ്ലം ഉണ്ട്, സയാറ്റിക്ക പെയിൻ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വെയിറ്റ് ലോസ് ജേർണി ആരംഭിച്ചത്. പക്ഷെ ആകെ ഞാൻ കുറഞ്ഞിട്ടുള്ളത് 4 kg മാത്രമാണ്. ഇതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഒരു 1 hour ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ 8:30 മുതൽ 9:30 വരെയാണ് ചെയ്യുന്നത്. ഇനി നൈറ്റിൽ ചെയ്യുന്നോണ്ടാണോ അറിയില്ല. ടീച്ചിങ് ഫീൽഡ് ആണ്. അപ്പോൾ ക്ലാസ് ടൈമിലൊക്കെ രാവിലെ പോകുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ രാത്രിത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പിന്നെ കാപ്സ് ഒന്നും ഒട്ടും ഇല്ല, അതൊന്നുമില്ല. പിന്നെ എനിക്കിപ്പം ഈ ഈവനിങ് ടൈമിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നോണ്ടാണോ എന്നറിയില്ല, 3-4 മാസം കൊണ്ട് ഇത്രേ kg കുറഞ്ഞിട്ടുള്ളൂ. ഷുഗർ ഒന്നും ഒട്ടും കഴിക്കുന്നില്ല, കാപ്സ് കഴിക്കുന്നില്ല, ഫുഡൊക്കെ കൺട്രോൾഡ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ 4 kg മാത്രം നിൽക്കുന്നതെന്ന് അറിയുന്നില്ല. നമുക്ക് നോക്കാം. മാഡമിന്റെ ഫസ്റ്റ് ഡേ അല്ലേ ഇപ്പോ? ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടും എന്തുകൊണ്ടാ ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ സിസേറിനായതുകൊണ്ട് ബെല്ലി ഫാറ്റും ബാക്ക് ഫാറ്റും ഒക്കെ കൂടുതലാണ്. മാഡം, സയാറ്റിക്കക്ക് മാത്രമുള്ള ഒരു എക്സസൈസ് ഉണ്ട്, അത് ഒന്ന് വാങ്ങിയിട്ട് ചെയ്യണം. ഒരു 2 ആഴ്ച. സയാറ്റിക്ക എനിക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഞാനിത് തുടങ്ങിയത്. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഇപ്പം ഏകദേശം കുറവുണ്ട്. പിന്നെ സൈനസ് എനിക്ക് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. പല ഫുഡ്സും കഴിക്കുമ്പോൾ എനിക്ക് അലർജി ആവുന്നുണ്ട്.
കൂടുതൽ തുമ്മലൊക്കെ വരുന്നത് ഈ മുട്ട, പാല് അതൊക്കെ കഴിക്കുമ്പോഴാണ്. ചിക്കൻ മാഡം ഒരു ഒട്ടും പറ്റുന്നില്ല. ഒരു ഡയറ്റ് ഫോളോ ചെയ്തതിന് ശേഷം എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കുക മാറ്റേണ്ടത്. ഓക്കെ സാർ, നാളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ ആയിക്കോട്ടെ. ഹലോ സാർ. ഓക്കെ ഹലോ ഹലോ ശിരിൻ മാഡം പറഞ്ഞോളൂ. സർ, എനിക്ക് 94.9 ആയിരുന്നു കിലോ ഉണ്ടായിരുന്നത്. ഇപ്പൊ 90.4 ആയി. ഹലോ. ഓക്കെ മാഡം. ഓക്കെ, 3.5 വീക്കായി ഇപ്പം ചെയ്തിട്ട്. അപ്പൊ 4.5 കിലോ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വിറ്റാമിൻ ഡി ഞാൻ അടുത്ത് ചെക്ക് ചെയ്തപ്പം 3 ആയിട്ടാണ് വന്നത്. അപ്പം അപ്പൊ അതിന് മെഡിസിന് 2 ദിവസം ഇടവിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ വിറ്റാമിൻ ഡിന്റെ മെഡിസിന്? നമുക്ക് നോക്കാം. നമുക്ക് ഒരു മാസത്തിന് ശേഷം അതിന്റെ ലെവൽസ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ കാണിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഫ്രൂട്ട്സ്, ഈ വിറ്റാമിൻ ഡിക്ക് പറ്റിയ ഫ്രൂട്ട്സ് ഏതാണ്? ഫ്രൂട്ട്സ് ഇല്ല, ഫ്രൂട്ട്സ് കഴിക്കണ്ട. വിറ്റമിൻ ഡിന് കോഡ് ലിവർ ഓയിലോ അല്ലെങ്കിൽ പിന്നെ കൂൺ പിന്നെ കഴിക്കാം. കൂൺ. ഓക്കെ. പിന്നെ ഞാൻ തൈറോയിഡ് പേഷ്യന്റ് ആണ്. തൈറോയിഡ് പേഷ്യന്റ് ആണെങ്കിൽ പിന്നെ anti-TPO-ATG നോക്കിയായിരുന്നോ? നോക്കിയിരുന്നു. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. TSH ഇപ്പൊ 25 കഴിക്കുന്നുള്ളൂ മെഡിസിന്. TSH ഒരു അത് എനിക്ക് ഓർമ്മയില്ല. കുഴപ്പമില്ലാന്ന് അന്ന് ഡോക്ടർ പറഞ്ഞത്. എന്തേലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതാണ്. ഇപ്പൊ ചെയ്തിട്ട് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് കാണിച്ചു. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, ഈ വിറ്റാമിൻ ഡി കുറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ ക്ഷീണമുണ്ട്. അപ്പൊ ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് നല്ല വർക്കൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്. അപ്പൊ നല്ല പോലെ ഉറക്കം വരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉറക്കം ഒരു 8 o'clock 9 o'clock ഒക്കെ ആകുമ്പോൾ ഉറക്കം വരുന്നു. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല, നമുക്ക് വിറ്റമിൻ ഡി ലെവൽസ് നോർമൽ ആയി കഴിഞ്ഞാൽ അതിന് മാറ്റം വന്നു. ആ ഒരു ഫെറ്റീഗിന് മാറ്റം വന്നു കേട്ടോ. ഹലോ സർ. ഓക്കെ. ഹലോ സർ. ഹലോ സർ. നസീഹ പറഞ്ഞോളൂ. എന്റെ കാലിന് ഞാനിപ്പോ ജോയിൻ ആയിട്ട് ഒരു 4 days ആയിട്ടുള്ളൂ. എന്റെ കാലിന് കുറച്ചായിട്ടൊരു 2-3 മാസമായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മാത്രം കാലിന്റെ ഒരു ഇടത്ത് കാലിന്റെ മടമ്പ് മാത്രം ഭയങ്കര വേദന. നിലത്ത് കുത്താൻ കഴിയൂല. ബാത്റൂമൊക്കെ ഇങ്ങനെ ചുമരിൽ പിടിച്ചിട്ടാണ് പോകുക. എനിക്ക് 30 വയസ്സാണ്. പക്ഷെ പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ നമ്മള് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ശരിയാവും. പിന്നെ ഉച്ചക്കൊക്കെ അതേപോലെ നമ്മള് പിന്നെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ കാല് നിലത്ത് കുത്താൻ കഴിയില്ല. ഭയങ്കര വേദന. ഒരു കാലിന് മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റേ ഫാക്ടർ നോക്കിയായിരുന്നോ? അല്ലെങ്കിൽ പിന്നെ യൂറിക് ആസിഡ് ഒക്കെ നോക്കിയായിരുന്നോ? യൂറിക് ആസിഡ് നോക്കിക്കണേ. യൂറിക് ആസിഡ് ഒന്നും ഇല്ല പറഞ്ഞ. പിന്നെ ഞാൻ ഇതാണ് ഹോം ബേക്കറാണ്. ഒരുപാട് രാത്രിയൊക്കെ നിന്നിട്ട് നല്ല ജോലി ആണ് കൂടുതൽ ഉണ്ടാവല്. മാഡം ഒരു കാര്യം ചെയ്യ്, പിന്നെ ഒരു വോയിസ് നോട്ട് അയക്ക്. എന്നിട്ട് ഞാൻ അതിനുള്ള ടെസ്റ്റുകൾ ഞാൻ അയച്ചു തരാം. മാഡം അത് ചെയ്തിട്ട് കാണിച്ചാൽ മതി. പിന്നെ ആപ്പിൾ സിഡ വിനെഗർ നമ്മള് രാത്രി കിടക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂണ് നമ്മള് ഇതാക്കി കഴിക്കണേന് കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് കുറച്ച് മുന്നേ ഈ ഡയറ്റ് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്തിരാന്ന് അങ്ങനെ ചെയ്തീന് ഞാൻ. അപ്പൊ അന്ന് വാങ്ങി വെച്ചതുണ്ട്. പിന്നെ ഞാനിപ്പോ അത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ പിന്നെ അസിഡിറ്റി അല്ലെങ്കിൽ വിശപ്പ് കൂടാനുള്ള സാധ്യത ഉണ്ട് പല ശരീരങ്ങളില്. നിങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പിന്നെ ഗ്രീൻ ടീ നമ്മള് ഒരു ദിവസം ഒരു 2-3 ഗ്ലാസ് ഒക്കെ അധികം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കുറയണ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഉറക്കം കുറവ് വരുന്ന പോലെ? ഗ്രീൻ ടീ കുടിച്ച് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അനുഭവങ്ങൾ അറിയിക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡയറ്റ് ചെയ്തിനന്ന് ഇങ്ങനെ ഗ്രീൻ ടീ നല്ല കുടിച്ചിനന്ന് തീരെ ഉറക്കണ്ടായില്ല രാത്രി. പിന്നെ നിർത്തിയപ്പോ ശരിയായി. പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും തുടത്തിയിട്ടില്ല. ചോദിച്ചു. ഹലോ ഹലോ. ഞാനിപ്പോ 1 മാസം കംപ്ലീറ്റ് ആയേ. പക്ഷെ ഞാൻ ഇന്നലെ എന്റെ HP നോക്കിയപ്പോഴേ 9.8 ഉള്ളൂ. മാഡമിന് വിശപ്പ് വളരെ കുറവാണ്. വിശപ്പ് കുറവാണ്. അപ്പൊ മാഡം ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്യ്. സാധാരണ ഇങ്ങനെ ദഹനക്കുറവ് ഉണ്ടെങ്കിലും ഇതുപോലെ പിന്നെ HP നന്നായിട്ട് കുറയും.
ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു 6-7 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം ഇത് വന്നു. പിന്നെ ഞാൻ രാവിലെ തന്നെ കുറെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോ കുഴപ്പമില്ലാതെ അന്ന് ഗ്യാസോ അങ്ങനെയൊന്നും ഈ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 1/2 ലിറ്റർ 3/4 ലിറ്റർ വെള്ളം അടുപ്പിച്ച് കുടിക്കുമ്പോ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇന്നലെ ഇപ്പൊ 1 മാസം ആയില്ലേ എന്ന് വിചാരിച്ച് നോക്കിയപ്പോ കൊളസ്ട്രോളും അതെ 215. മാഡം ഒരു കാര്യം ചെയ്യേ, പിന്നെ അങ്ങനെ വെള്ളം കുടിക്കണ്ട. പിന്നെ അസിഡിറ്റി കറക്റ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മള് പിന്നെ ഡയറ്റീഷ്യൻസ് അത് പറഞ്ഞു തരും. മാഡം അതിനനുസരിച്ച് ഒന്ന് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ മാഡം. ഹലോ സർ. ഫാത്തിമ ഇർഫാൻ. ഹലോ സർ, ഞാനിപ്പോ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 16 ദിവസമായി. ഇപ്പൊ PCOD ഉള്ളതുകൊണ്ടാണ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ വെയിറ്റ് ലോസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ബോഡിയിൽ ചില പാർട്സ് ഒക്കെ നമുക്ക് വെയിറ്റ് കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വയറിന്റെ ഭാഗമൊക്കെ വയറ് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ട്. അതിലൊരു മാറ്റവും ഇല്ല. PCOD മാറിയതായിട്ട് തോന്നുന്നില്ല എന്നല്ലേ? PCOD എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ മന്ത് കുഴപ്പമില്ല, പക്ഷെ ഇനി എങ്ങനെയാണ് നമുക്കറിയില്ല. ഞാൻ സാധാരണ PCOD ഉണ്ടെങ്കിൽ ഒരു 3 മാസമാണ് ഞാൻ പറയാറുള്ളത്. ഒരു 3 മാസം നിങ്ങൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് അതിനുശേഷം മാറ്റങ്ങൾ കാണും, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണും. വെയിറ്റ് ലോസ് വരാത്ത എന്താ കാരണം? വെയിറ്റ് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടായാൽ മതി. കൊഴുപ്പ് മാറിയാൽ ലോസ് ഉണ്ടായാൽ മതി. ഹലോ സർ. പറഞ്ഞോളൂ. ആദ്യം ഈ എക്സസൈസ് ചെയ്യാൻ ഒരു ഇന്ന ടൈം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രാവിലെ, ഇനിയിപ്പോ വൈകിട്ടാണെങ്കിലും നല്ലത് രാവിലെ ചെയ്യുന്നതാണ്. സമയമില്ലാത്തവരാണെങ്കിൽ വൈകുന്നേരം ചെയ്യാവുന്നതാണ്. ഫുഡിന് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്ക് പറ്റുന്ന ടൈം ചെയ്തൂടെ? ഫുഡിന് മുന്നേ ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഹലോ സർ. പറഞ്ഞോളൂ. ഇത് ഞാൻ 3 ആഴ്ച കഴിഞ്ഞ് ഒരു മാറ്റമില്ല, വെയിറ്റ് കുറഞ്ഞിട്ടേ ഇല്ല. തൈറോയിഡ് ഉണ്ടോ? തൈറോയിഡ് ഒന്നുമില്ല. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ? നെഞ്ചരിച്ചില്, പുളിച്ചതായിട്ടുള്ള? ഇല്ല, അത് നോക്കി. ബേക്കിംഗ് സോഡ കഴിച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോ വന്നു. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ്? 3 മിനിറ്റ് ആകുമ്പോ കറക്റ്റ് 3 മിനിറ്റ് ആണോ അല്ലെങ്കിൽ 5 മിനിറ്റ് ആണോ? അല്ല, കറക്റ്റ് 3 മിനിറ്റ്. കറക്റ്റ് 3 മിനിറ്റ് ആണല്ലേ? വിശപ്പ് കുറവാണോ? വിശപ്പ് കുറവാണ്. അങ്ങനെ എന്ത് കഴിക്കല്ല. ബീഫ്, മട്ടൻ അങ്ങനൊന്നും പണ്ടേ ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. ചിക്കൻ മാത്രമേ കഴിക്കാം. അപ്പൊ ദഹനക്കുറവ് തന്നെയാണ്. മാഡം കഴിക്കുന്ന ഭക്ഷണം ഇതുപോലെ പിന്നെ ദഹനം നടക്കുന്നില്ലെങ്കിലും ബോഡി കിട്ടുന്നതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല. അപ്പൊ മാഡം ആപ്പിൾ സിഡർ വിനെഗർ ആഹാരത്തിന് മുന്നേ കഴിച്ചിട്ട് പിന്നെ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചോദിക്കാം കേട്ടോ ഫോളോ അപ്പ് ടീമിനോട്. ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് മുന്നേ ആണോ? 5 മിനിറ്റ് മുന്നേ ആണോ? 5 മിനിറ്റ് ഭക്ഷണത്തിന് മുന്നേ. എത്രയാണ്? 5 മില്ലി. ഒരു മൂടി അളവാണോ? എത്ര വെള്ളത്തിലാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്? അര ഗ്ലാസ് അല്ല, നമുക്കൊരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ്സിലും താഴെ കുറച്ച്, അല്ലെങ്കിൽ ഫുള്ള് ഡൈല്യൂട്ട് ആയി പോകും. അതൊന്നും പ്രശ്നമായില്ലേ 3 നേരം ഈ ഇത് കുടിക്കുമ്പോ ആപ്പിൾ സിഡർ വിനെഗർ? അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ ദഹിപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ ദഹനം നടന്നാലാണ് നമ്മുടെ ശരീരം അതിൽ നിന്ന് പോഷകങ്ങൾ എടുക്കുകയുള്ളൂ. അങ്ങനെ പോഷകം കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരീരം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ സാധാരണയുള്ള പ്രോസസ്സുകൾ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും കിട്ടുന്നതൊക്കെ പിടിച്ചു വെക്കാനാണ് നോക്കുകയുള്ളൂ ശരീരം. ഈ എഗ് കഴിക്കുന്നോണ്ടും ഇതൊന്നും ഫാറ്റ് ലിവർ ഒന്നും വരില്ല? എഗ്ഗിന്റെ മഞ്ഞക്കുരുവല്ലോ? ഇല്ല, ഫാറ്റ് ലിവർ വരില്ല. ഹലോ സർ. പറഞ്ഞോളൂ. ലീനോ സർ പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നത്, ചെറായി ബീച്ചിനകത്ത് വിളിക്കുന്നത്. ഡോക്ടർ, എനിക്കിപ്പോ എന്റെ വെയിറ്റ് ഒരു 95 കിലോ ഉള്ളത് ഉണ്ടായിരുന്നു. ഞാനൊരു കൊളസ്ട്രോൾ സാധനം എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ജങ്ക് ഫുഡ്സ് അങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഒരു 5 വർഷം മുമ്പ് ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ 250 കാണിച്ചിരുന്നു. ഓഫ് കോഴ്സ് ഞാനപ്പോൾ അതിനുശേഷം മെഡിസിൻ എടുത്തു, അത് മാറി. 2 മാസം കഴിഞ്ഞപ്പോൾ 190 മാറി. വീണ്ടും സെയിം പ്രൊസീജിയർ ആയിരുന്നു, എക്സസൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 5 മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ 250 കാണിക്കുമായിരുന്നു.
ഇതിങ്ങനെ പോയി കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ 190. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എക്സസൈസ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി, ഡയറ്റ് ഫുഡ് കറക്റ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതായത് ജിമ്മിൽ പോകാൻ തുടങ്ങി, വർക്കൗട്ട്, പിന്നെ ഫാറ്റ് ഒഴിവാക്കി, വെളിച്ചെണ്ണ, ജങ്ക് ഫുഡ്സ്, വറുത്തത് പൊരിച്ചൊക്കെ ഒഴിവാക്കി, ബേക്കറി ഒഴിവാക്കിയ ശേഷം എൻ്റെ 95 കിലോ ഞാൻ 6 മാസം കൊണ്ട് 85 ആയിട്ട് ഇപ്പോൾ കുറച്ചു. 8% 85 ഉള്ളത്. പക്ഷേ അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സംഭവം ഇതായാലും സന്തോഷമായി. പക്ഷെ കൊളസ്ട്രോൾ ഞാൻ വീണ്ടും ചെക്ക് ചെയ്തപ്പോ എന്റെ കൊളസ്ട്രോള് 250 വീണ്ടും കയറി. അതായത് ഫുഡിന് ഞാൻ ഒട്ടും എക്സസൈസ് ചെയ്യാത്ത സമയത്ത് ഇത് നോർമൽ കൂടിയിരുന്നു, പക്ഷെ ഇത് എക്സസൈസ് ചെയ്തിട്ട് പോലും കൂടി. അപ്പൊ എന്റെ മുമ്പിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഡോക്ടർ. അതായത് കഴിക്കാഞ്ഞിട്ട് എന്തുകൊണ്ട് കൊളസ്ട്രോൾ കൂടിയ ഒന്നത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം. പിന്നെ എനിക്ക് നോർമൽ ഫുഡ് കഴിച്ചിട്ട് കൂടിയാൽ പോരാ, കാരണം എന്തായാലും മെഡിസിൻ എനിക്ക് എന്തായാലും എടുക്കണം. പിന്നെ അങ്ങനത്തെ ഒരു 2 ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് മെഡിസിൻ ഇങ്ങനെ എടുക്കാഞ്ഞിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ കൂടി എന്നുള്ളത്. പോലെ മുട്ടയുടെ മഞ്ഞക്കരു അല്ലെങ്കിൽ മീറ്റ് ഓർഗൻസ്, ഫിഷ് ഒക്കെ കഴിച്ചായിരുന്നോ? അതായത് ഈ ഡയറ്റ് എടുത്ത സമയത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് മുട്ടയും മീറ്റൊക്കെ ഒരു 250 ഗ്രാം വെച്ച് ചിക്കൻ, മീൻ, വെജിറ്റബിൾസ് കഴിക്കുമായിരുന്നു. പക്ഷെ ഓയില്, ഈ വറുത്തത് പൊരിച്ചത്, ഫിഷ് ഫ്രൈ, അതെല്ലാം ഒഴിവാക്കിയിട്ടും നോർമലി എന്റെ ബോഡി ഓട്ടോമാറ്റിക് കൊളസ്ട്രോൾ കൂടി വന്നു. അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യാത്തപ്പോഴും ചെയ്തപ്പോഴും സെയിം ആണ് കൂടിയത്. ഇന്ന് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, നല്ല കൊളസ്ട്രോള് നല്ലോണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫ്രഞ്ചുകാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫ്രാൻസിലുള്ളവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ആവറേജ് പറയുന്നത് 250 ആണ് കൊളസ്ട്രോൾ. അപ്പൊ അത് 300 ആവാം, അല്ലെങ്കിൽ 350 വരെ ടോട്ടൽ കൊളസ്ട്രോൾ പോകും. എന്ന് വെച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക്, ഡെത്തോ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്നതോ വളരെ കുറവാണ്. ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ വെറും 190 അല്ലെങ്കിൽ 150 ഒക്കെ ഉണ്ടാവുള്ളൂ ടോട്ടൽ കൊളസ്ട്രോൾ. പക്ഷെ 16% അല്ലെങ്കിൽ 17% ഇന്ത്യക്കാർക്ക് എന്തുണ്ട്? ഡയബറ്റീസും ഉണ്ട്. അതേപോലെ 100,500 പേരാണ് മരണപ്പെടുന്നത്. 100,500 പേരാണ് ഹാർട്ട് അറ്റാക്ക് കാരണം മരണപ്പെടുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ വളരെ കുറവാണ്. ഫ്രഞ്ചുകാര് ടോട്ടൽ കൊളസ്ട്രോൾ വളരെ ഹൈ ആണെങ്കിൽ കൂടെ ഈ പറഞ്ഞ മരണനിരക്ക് വളരെ കുറവാണ്. 100,150 ഒക്കെ ഉള്ളൂ. അപ്പൊ ടോട്ടൽ കൊളസ്ട്രോൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ ലിപ്പിഡ് പ്രൊഫൈൽ എടുത്ത് നിങ്ങൾ ട്രൈഗ്ലിസറൈഡ് ആണോ കൂടുതൽ അല്ലെങ്കിൽ LDL ആണോ കൂടുതൽ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. അതോടൊപ്പം സമയത്ത് വെയിറ്റ് ലോസ് ജേർണി കഴിയുന്ന സമയത്ത് തീർച്ചയായും LDL-ഉം ട്രൈഗ്ലിസറൈഡും ഒക്കെ ചെറുതായിട്ട് കൂടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന ഈ ഫാറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റ് തിരിച്ച് ഷുഗർ ആകുന്നുണ്ട്. തിരിച്ച് ഷുഗർ ആയിട്ട് അല്ലെങ്കിൽ തിരിച്ച് ശരീരം യൂസ് ചെയ്യാൻ തുടങ്ങും. LDL ആയിട്ട് സർക്കുലേഷനിൽ കയറാൻ തുടങ്ങും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ. അപ്പൊ ആ ഒരു സമയത്തും ഈ ഒരു കൊളസ്ട്രോൾ കുറച്ച് ഹൈ ആകും, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഹൈ ആകും. അത് കണ്ട് പേടിക്കണ്ട, നിങ്ങളത് തുടർന്നുകൊണ്ടിരുന്നാൽ മതി. അത് പിന്നെ ബോഡി നീക്കം ചെയ്തോളൂ. ഇതിങ്ങനെ ഇങ്ങനെ ഓട്ടോമാറ്റിക് കൂടിക്കൊണ്ടിരിക്കുന്ന ബോഡി നേച്ചർ ആയിരിക്കും അങ്ങനെ കൂടിക്കൊണ്ടിരുന്നത്. അതായത് ബോഡി നേച്ചറാണ്, നിങ്ങൾ അത് പേടിക്കണ്ട. നിങ്ങൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നല്ല ഭക്ഷണങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. ലോങ് ടേമിൽ പോകുന്നിടത്തോളം ശരീരം ഹീൽ ചെയ്ത് വരുള്ളൂ. ഡോക്ടർ, അതുപോലെ ഒരു ഡൗട്ടും കൂടെ, ഡോക്ടറിന്റെ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് പറയാമോ? നമ്മുടെ പിന്നെ ഫോളോ അപ്പ് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കൺസൾട്ടേഷൻ നമ്പർ തരും. പിന്നെ ഗുരുവായൂരാണ് ചോദിച്ചിട്ട് വന്നാണ്. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ലിനുജി സർ, പറഞ്ഞോളൂ. സാറേ, എനിക്ക് പിന്നെ പൈൽസിന്റെ പ്രശ്നമുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ല. പച്ചക്കറി ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കഴിക്കുന്നത്. ഞാൻ പച്ചക്കറിയാണ് കഴിക്കുന്നത്. പച്ചക്കറി കഴിക്കുന്നതുകൊണ്ട് എനിക്ക് അത് വേവിക്കാതെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഡോക്ടർ മാഡന്റെ അടുത്ത് പറഞ്ഞു ആഹാരങ്ങള് പാചകം ചെയ്ത് കഴിക്കണം. പച്ചക്കറി കഴിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് പൈൽസിന്റെ പ്രശ്നമുണ്ട്. പൈൽസിന്റെ ബുദ്ധിമുട്ടിന് കൊടുക്കുന്ന ഡയറ്റ് തന്നെയാണ് എന്റെ പേഷ്യൻസിന് ഞാൻ പൈൽസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഫസ്റ്റ് എനിക്ക് വന്നൊരു പേഷ്യന്റ് പൈൽസിന്റെ പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് മരുന്നുകൾ അയക്കാൻ എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് പിന്നെ ആള് ഗൾഫിലായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എന്തായാലും ഡയറ്റ് തുടങ്ങിക്കോളൂ, ഞാൻ മരുന്ന് അയച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ആൾക്ക് മരുന്ന് എത്തുമ്പോഴേക്കും 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ ആൾ അടുത്ത കൺസൾട്ടേഷൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിത് ഫുള്ള് ശരിയായി, ഞാൻ ഇങ്ങനെ തന്നെ തുടർന്നോളാം, മരുന്ന് വേണമെന്നില്ല. അപ്പോ ഈ ഡയറ്റ് എന്ന് പറയുന്നത് പിന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകം മലബന്ധം ഉണ്ടെങ്കിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, രാത്രി ഭക്ഷണത്തിന് ശേഷം വെളിച്ചെണ്ണയോ ഒഴിച്ചു കുടിക്കാവുന്നതാണ് ഒരു താൽക്കാലിക ആശ്വാസത്തിന്. പക്ഷെ ഈ ഡയറ്റ് തുടരും തോറും നിങ്ങളുടെ ഗട്ട് ബാക്ടീരിയ അല്ലെങ്കിൽ വൻകുടലിൽ ഉണ്ടാകുന്ന നല്ല പിന്നെ അണുക്കളുടെ ഒരു വർധനവ് ഉണ്ടാവുകയും ഈ അണുക്കളാണ് നിങ്ങൾക്ക് പിന്നെ ശോധനം അല്ലെങ്കിൽ മലം ഉണ്ടാക്കുന്നതും മലം ഒഴിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിച്ച് കളയാൻ സഹായിക്കുന്നതും. അപ്പൊ പതുക്കെ എന്ന് പറയുന്നത് ആ ഒരു കട്ടി കാരണം വരുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് വെസലിൽ വരുന്ന ഡാമേജ് കാരണം വരുന്നതാണ്. എന്ന് പറയുന്നത് കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് ഷുഗറാണ്. പ്രമേഹം ഒന്നും രോഗമായി മാറിയില്ലെങ്കിലും ഷുഗറാണ്. അപ്പോ ഇതൊക്കെ എന്തായാലും ഈ ഡയറ്റ് തടയുന്നുണ്ട്. അപ്പോ പിന്നെ കണ്ടിന്യൂ ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പൊ ഹോം റെമഡീസ് ഞാൻ പറഞ്ഞു തരും. അതല്ലാതെ കണ്ടിന്യൂ ചെയ്യും. ഞാൻ ആവശ്യം പോലെ വെള്ളം പോലെ കുടിക്കുന്നുണ്ട്. പക്ഷെ ക്ഷീണവും ഒന്നും. കേൾക്കുന്നില്ല. ഹലോ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആഹാരം ആവശ്യം പോലെ പച്ചക്കറി ഐറ്റങ്ങൾ മൊത്തം ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് പൈൽസിന്റെ പതുക്കെ മാറിക്കോളും സാർ. ഇതുപോലെ കണ്ടിന്യൂ ചെയ്തോളൂ. ഹലോ ഹലോ സർ, ഗുഡ് ഈവനിങ് സർ. എൻ്റെ ഞാനത് 1 week ആയത് ജോയിൻ ചെയ്തിട്ട്. ദെൻ നമുക്ക് ഞാനൊരു 103 kg ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 5.10 ആണ്. അപ്പോൾ നമ്മളിത് എത്ര മാസം നമ്മളിത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? പിന്നെ ഓരോ കൃത്യമായ ഇന്റർവെല്ലിലും നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുകയാണ്, നിങ്ങൾ ക്വാണ്ടിറ്റി ഒന്നുകൂടെ കുറയ്ക്കുകയാണ്, പിന്നെ ഫ്രീക്വൻസി കുറയ്ക്കുകയാണ്. 2 meals a day 1 meal a day ആക്കി അങ്ങനെ പതുക്കെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3 മാസത്തിൽ അല്ലെങ്കിൽ 4 മാസത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ 100ന്റെ മേലെ വെയിറ്റ് ഉള്ളവർ കുറച്ച് ലോങ് ടേം ആയിട്ട് തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ നമ്മൾ ഈ 1 time ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തളർച്ച കാര്യങ്ങൾ ബാധിക്കും ഉള്ളതാണ്? ബാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിലോട്ട് വളരെ ഗ്രാജുവൽ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇത്രയും കഴിച്ച് നമ്മൾ ശരീരത്തിനെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന കീറ്റോൺ ബോഡീസിൽ നിന്നും എനർജി ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിനെ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോസസ്സിലോട്ട് ശരീരം പോയിക്കോളും. നമ്മൾ കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളും. നമ്മൾ ഇൻസ്റ്റന്റ് എനർജി ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഷുഗറിനെ ആശ്രയിക്കില്ല ശരീരം. അപ്പൊ ഇതുപോലെയുള്ള ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഇത് അവസാനിപ്പിക്കാം. നമുക്ക് എന്തായാലും ഹാഫ് ആൻ അവർ നമുക്ക് എക്സ്ട്രാ ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ലിജി മാഡം പറഞ്ഞു. ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 25 ദിവസമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ബാക്ക് ബൾജിങ്, ഡിസ്ക് ബൾജിങ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡിസ്ക് അകൽച്ച ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ പ്രോബ്ലംസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ പുറത്തുനിന്ന് നമ്മുടെ ഈ എന്താ പറയാ നട്ടലിന്റെ ഈ സൈഡ് ഇടത്തെ വശത്ത് നിന്ന് ഈ ഫ്രണ്ടിലേക്ക് ഈ വാരിപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു വേദന വരുന്നുണ്ട്. അത് ഉണ്ട്, അത് മാറുന്നില്ല. പിന്നെ നീർക്കെട്ടുണ്ടായിട്ടുണ്ടെന്നാണ് ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത്. അപ്പൊ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാനുണ്ട്. മാഡം നാളെ ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ ഫോളോ അപ്പ് ടീമിനോട് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഗുരുവായൂർ എവിടെയാണ് സാർ ഇരിക്കുന്നത്? ഇവിടെ പിന്നെ പാലയൂർ ചർച്ചിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാഡം കൺസൾട്ടേഷൻ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരും. ഓക്കെ മാഡം.
ഫോളോ അപ്പ് ടീമിനോട് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. പറഞ്ഞാൽ മതി. താങ്ക് യു. ബിൻസി മാഡം. ഞാൻ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല എന്താ പറയാ 2 ദിവസമായിട്ടുള്ളൂവെങ്കിലും നല്ല മറ്റുള്ള ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലൊരു സുഖമുണ്ട് വയറിന്. പക്ഷെ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയാ, ഞാൻ 13 വർഷമായി ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അതിന് ശേഷം വന്നതാണ് ഇങ്ങനെ മോഷൻ പോകുമ്പോൾ ചില സമയങ്ങൾ മാത്രം പെയിൻ. അപ്പൊ ഈ മുട്ട ഇങ്ങനെ ഡെയിലി 3 എണ്ണം വെച്ച് തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് പ്രശ്നമാവോ? ആ ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ആകാറില്ല. ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുട്ട കഴിക്കുന്ന സമയത്ത് അതിലൊരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ നിങ്ങളുടെ പ്ലേറ്റിൽ തന്നെ ഒഴിച്ച് അതും കൂടി കഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഫാറ്റ്, കുറച്ച് കൊഴുപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈൽ സെക്രീഷൻസ് ഉണ്ടാവും. ബൈൽ സെക്രീഷൻസ് വന്നാല് പിന്നെ മോഷൻ ക്ലിയർ ആയിട്ട് പോകാൻ സഹായിക്കും. ഓക്കെ മാഡം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. എന്താന്ന് വെച്ചാല് ഹലോ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഹലോ സാർ പറഞ്ഞോളൂ. ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആക്കാം നമുക്ക് കേട്ടോ. സെലീന മാഡം. ഞാൻ ഇതിന്റെ മുന്നേ ന്യൂട്രീഷൻ കഴിച്ചിരുന്നു. അന്ന് ഒരു 10-15 കിലോയോളം കുറഞ്ഞിരുന്നു. പിന്നെ ഞാനത് നിർത്തി കുറച്ച് കഴിഞ്ഞു. പിന്നെ അതേപോലെ കൂടി വരെ. ഇതില് ചേർന്നിട്ട് 5 ദിവസമായി. പക്ഷെ എനിക്ക് പറഞ്ഞാല് ശരീരത്തിന് ഈ വയറിന്റെ ഇവിടെ എങ്ങനെയാണ് അധികമായിട്ട് ഇങ്ങനെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഇപ്പൊ നല്ല പച്ചക്കറി ഇതൊക്കെ കഴിക്കണ കാരണം നല്ല ഒരു ആശ്വാസം കാര്യമൊക്കെ ഉണ്ട്. 101 കിലോ വെയിറ്റ് ഉണ്ട്. അന്ന് 104 ന്യൂട്രീഷൻ കഴിക്കും. പിന്നെ കുറഞ്ഞ 86 പിന്നെ നിർത്തിയതിന്റെ ശേഷം പിന്നെ അതേപോലെ അങ്ങോട്ട്. ഇനിയിപ്പോ നമ്മളിത് ഇങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ ഇനിയിപ്പോ ഇതേ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക, അത് ഇനി നിർത്തുമ്പോ ഇനി അതേപോലെ വെയിറ്റ് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഞാൻ ചോദിക്കും. അത് നിർത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഒരു ശരീരഘടനയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നോട്ട് പോകുന്നത് അതൊരു നല്ലൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ അരിഭക്ഷണം തീരെ ഇതൊന്നും കഴിക്കാതെ അങ്ങനെ ഇതേപോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ല ഇനിയിപ്പോ എന്തുകൊണ്ടൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഈ രാവിലെ നമ്മൾ ഈ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ 8:30 മണിക്കാണ് അവര് വെള്ളം കുടിക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ നമ്മൾ ഈ മുട്ടയും ഈ പാല് കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവര് പിന്നെന്താ കഴിക്കല്? ഓറഞ്ച് ജ്യൂസ് കുടിക്കാം. നമ്മളെ ഈ റോബസ്റ്റ് പാല് ഒഴിച്ച് കണ്ട് കുടിക്കാൻ പറ്റുമോ? അവര് പറഞ്ഞു ഒരു ദിവസം ഒരു ഫ്രൂട്ടേ കഴിക്ക, ഒരേ ഐറ്റം ഫ്രൂട്ടേ കഴിക്കാൻ പാടുള്ളൂ. അത് ഈ ഒരു മാസം നിങ്ങൾ നന്നായി സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പോവുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മള് പിന്നെ മനസ്സ് പറയുന്നതിനനുസരിച്ച് പോവാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു മെന്റൽ പിന്നെ ഗ്രിപ്പും വിൽ പവറും കിട്ടാനും കൂടെയാണ് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു മാസം നമ്മൾ പറയുന്ന രീതിയിൽ പോവാ. അതിനുശേഷം നമ്മൾ പറഞ്ഞു തരാം എങ്ങനെ വേണം എന്നുള്ളത്. അല്ല ഈ 9 മണിക്ക് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ തന്നെയാണ് കുടിക്കേണ്ടത്. 9 മണിക്ക് തൊട്ട് നിങ്ങൾ രാത്രി 7 മണി വരെ കുറച്ച് വെള്ളം. 1.5 ലിറ്റർ വെള്ളം ഞാൻ അത് കണക്കാക്കി വെച്ചിട്ട് ഇന്ന് കുറേശ്ശെ കുടിക്കലാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അന്ന് ന്യൂട്രീഷനില് പോയി നിന്ന് അവര് നമ്മളെ ഈ വെയിറ്റിനനുസരിച്ച് 100 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതില് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പിന്നെ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. നമുക്ക് പിന്നെ മിനറൽസും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകും. നമുക്ക് ആകെ 1.5 ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. 2 ലിറ്ററോളം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 ലിറ്ററോളം കുടിക്കാം. അല്ലാതെ വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം, അതേപോലെ കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പിന്നെ ഒലിച്ചു പോകും. നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. ദാഹം പിന്നെയും തോന്നും. അധികം വെള്ളം കുടിച്ചാൽ അധികമായി ദാഹം തോന്നും. അപ്പൊ അതൊരു കറക്റ്റ് ആയിട്ടുള്ളത് എല്ലാം അതിൻ്റെതായിട്ടുള്ള അളവിൽ തന്നെ മതി.
നമ്മൾ 1 മണിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കന്നെ പിന്നെ വെള്ളം കുടിച്ചു തുടങ്ങിക്കൂടാ? കുഴപ്പമൊന്നും. ഈ വൈകുന്നേരം 7 മണിക്ക് ഇപ്പൊ ഭക്ഷണം കഴിച്ചാല് പിന്നെ 8 മണി വരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിക്കൂറും കൂടെ കുറച്ചിട്ട് വെള്ളം കുടിച്ചുകൂടാ? 7 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം. 7 മണിക്ക് സ്റ്റോപ്പ്. അപ്പൊ അവര് പറഞ്ഞു 8 മണി വരെ, 8 മണിന്റെ ശേഷം സ്റ്റോപ്പ് ചെയ്യണമെന്ന്. 7 മണിക്ക് സ്റ്റോപ്പ് ചെയ്തോ? 7 മണിക്ക് പോയി നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. ഇല്ല, കുടിക്കാൻ പാടില്ല. പിന്നെ നേരം വെളുത്ത് 8:30 വരെ ഒന്നും പാടില്ല. എല്ലാം ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം ഇങ്ങനെ നോക്കുക. എന്നിട്ട് ദാഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇലക്ട്രോലൈറ്റ്സ് ORS അല്ലെങ്കിൽ മിനറൽസോ ഞാൻ എഴുതി തരാം. നിങ്ങൾ അത് കുടിച്ചാൽ മതി. എപ്പോഴും ദാഹം എന്ന് പറയുന്നത് വെള്ളത്തിനുള്ള ദാഹമല്ല. അല്ല, അങ്ങനല്ല, എപ്പോഴും ദാഹമല്ല. പക്ഷെ ഈ കുട്ടികളൊക്കെ പഠിപ്പിച്ചതൊക്കെ കഴിയുമ്പോ ലേറ്റ് ആവും. ഓരോ 9:30-10 മണിയൊക്കെ ആവും കിടക്കാന്. അപ്പൊ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം കുടിച്ച് ശീലമായ ഒരാൾക്ക് പെട്ടെന്ന് കണ്ട് വെള്ളം കുടിക്കാതെ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടല്ല. അങ്ങനെയുള്ള 10 മണിക്കാണ് നിങ്ങൾ ലാസ്റ്റ് വെള്ളം കുടിക്കുന്നതെങ്കിൽ പിന്നെ അടുത്ത ദിവസം 11-12 മണിക്കായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഭക്ഷണം കഴിക്കുന്നത്. എത്രയാണ് നമുക്ക് ഇടവിട്ട് സമയം എത്ര വേണ്ടി വരും അതിന്റെ ഇടയിൽ? 12 മണിക്കൂർ മിനിമം. കഴിച്ച മുതൽ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ മറന്നുപോയതാ സർ. എനിക്ക് നെഞ്ചരിച്ചിലുണ്ടായിട്ട് എനിക്ക് പിന്നെ ടെസ്റ്റ് ചെയ്തിരുന്നേ. അപ്പം ചെറുതായിട്ട് അൾസർ ഉണ്ടായിരുന്നേ. അൾസർ തുടക്കമെന്ന് പറഞ്ഞ് അതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, അപ്പോ എനിക്ക് പിന്നെ അതേപോലെ ഈ കാലിന് അവിടെ ആയിട്ട് ഈ പിച്ചിയ പോലത്തെ പാട് വന്നിരുന്നു. അപ്പൊ വിറ്റാമിൻ സിന്റെ കുറവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യമുണ്ടോ? വിറ്റാമിൻ സിയുടെ. മാഡം ഓറഞ്ച് കഴിക്കുന്നുണ്ടോ എല്ലാ ദിവസവും? ഓറഞ്ച് കഴിക്കുന്നുണ്ട്. അത് മതി. പിന്നെ കോഡ് ലിവർ ഓയിൽ കഴിക്കുന്നുണ്ടോ? പിന്നെ ഈ ഒമേഗ 369 കഴിക്കണോണ്ട് കോഡ് ലിവർ ഓയിൽ കഴിക്കുന്നത് നല്ലതാണ്. കഴിച്ചോളൂ. ഡെയിലി ഒരെണ്ണം കഴിച്ചോളൂ. ഏതെങ്കിലും ഒരു സമയം. ഓക്കെ, താങ്ക് യു. ഓക്കെ മാഡം. അപ്പൊ താങ്ക് യു. ഇത്രയും നേരം എല്ലാവരും കൂടെ ചെലവഴിച്ചതിനും പിന്നെ നിങ്ങളുടെ പിന്നെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് താങ്ക് യു. ഇനിയും ആരുടെയെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫോളോ അപ്പ് ടീമിനോട് ഒരു വോയിസ് നോട്ട് അയക്കാവുന്നതാണ്. അതിനോട് തന്നെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനിയും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയേണ്ടതായുള്ള ഏതെങ്കിലും രോഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ വിഷയങ്ങളെ കുറിച്ചോ ഉണ്ടെങ്കിൽ അത് പിന്നെ ഫോളോ അപ്പ് ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.